warahmatullahi wabarakatuh. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാരും റെഡി ആയിരിക്കുന്നു വിചാരിക്കാണ് കേട്ടോ. നല്ല ഫുഡൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. നന്നായിട്ട് ഉറക്കം വരാനുള്ള സാധ്യതയും കൂടെ ഉള്ള സമയല്ലേ. നമ്മുടെ ഈ ടൈം ചൂസ് ചെയ്തത് എനിക്ക് മാറ്റം വരുത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇറ്റ്സ് ഓക്കെ, സാരില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വാമപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഉം നിങ്ങൾ ഇന്ററാക്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ തിരിച്ച് മറുപടി പറഞ്ഞാലേ നമുക്ക് ക്ലാസ് മുന്നോട്ട് ഇങ്ങനെ പോവുള്ളൂ. ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാല് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. Okay, ഓക്കെ starting. ഓക്കെ. അപ്പോ സാധാരണ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡപ്പ് ഒന്ന് എഴുന്നേറ്റുന്ന എല്ലാരും. കാണാത്തോണ്ട് ഇനി ഞാൻ എഴുന്നേറ്റിക്കില്ല, വേണമെങ്കിൽ എഴുന്നേറ്റുന്ന പോലെ ഊഹിച്ച് പൂരിപ്പിച്ചോട്ടെ എന്നൊന്നും പറയരുത് കേട്ടോ. എഴുന്നേറ്റിക്ക. ഓക്കെ, ഇരുന്നോളൂ. ഒന്നുകൂടെ ഇരുന്നോളൂ. ഒന്നുകൂടെ ഇരുന്നോളൂ. ഓക്കെ, ഇനിയിപ്പം ഇൻഷാല്ലാ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് നട്ടലൊക്കെ ഒന്ന് നിവർത്തിയൊക്കെ ഒന്ന് ഇരുന്ന് ഒന്ന് സന്തോഷായിട്ടൊന്ന് പുഞ്ചിരിച്ചോണ്ടിരുന്നേ നോക്കട്ടെ. ഒന്ന് ബ്രത്ത് ഉള്ളിലോട്ട് എടുത്തേ, ശ്വാസം ഒന്ന് ഉള്ളിലോട്ട്, മൂക്കിലൂടെ ശ്വാസം ഒന്ന് ഉള്ളിലോട്ട് എടുത്തേ നോട്ടെ. ഹോൾഡ് ഓൺ. വായിലൂടെ പതിയെ ഒന്ന് ഊതിക്കളഞ്ഞ് ബ്രീത്ത് ഔട്ട് സ്ലോലി. ഓക്കെ, ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ, ബ്രീത്ത് ഔട്ട് സ്ലോലി. ഒന്നുകൂടെ, ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ, ബ്രീത്ത് ഔട്ട് സ്ലോലി, ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ, ബ്രീത്ത് ഔട്ട് സ്ലോലി. ഓക്കെ, മാഷാഅല്ലാ, ജസാക്കല്ലാഹ് ഖൈറൻ കസീറ. ഓക്കെ, റിലാക്സ്ഡ് ആണല്ലോ അല്ലേ എല്ലാരും? സമാധാനത്തോടെ ഇല്ലേ? കണ്ണടച്ച് ബ്രത്ത് എടുക്കാൻ പറഞ്ഞപ്പോ അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയോ? ഇല്ലല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ആക്കാം അല്ലേ മക്കളെ? റെഡി അല്ലേ? ഐ ഹോപ്പ് യു ആർ റെഡി. അപ്പൊ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തിരിച്ചറിയേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് നമുക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ചിലവർക്ക് നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്നായിരിക്കും പ്രശ്നം, അതായത് നമ്മുടെ കസിൻസ്, അല്ലെങ്കിൽ നമ്മുടെ കെട്ടുവന്, അമ്മായിയമ്മ, നാത്തൂമാര്, അങ്ങനെ ആയിരിക്കും പ്രശ്നം. ചിലർക്ക് സ്വന്തത്തിൽ നിന്നായിരിക്കും പ്രശ്നം, എപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടായിരിക്കും. ചിലർക്ക് പേടിയായിരിക്കും, ചിലരെ സംബന്ധിച്ചിടത്തോളം ആങ്സൈറ്റി ആയിരിക്കും. ഇങ്ങനെ കുറേ 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 പ്രശ്നങ്ങൾ. എൻ്റെ അടുത്തേക്ക് ഒരു ദിവസം ഒരു ഒരു ഏറ്റവും കുറവ് എനിക്ക് ഒട്ടും വയ്യാഞ്ഞിട്ട് ഞാൻ ഒന്നും കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒരു രണ്ടെണ്ണോ മൂന്നെണ്ണെങ്കിലും ഇത്തരത്തിലുള്ള കേസുകൾ എനിക്ക് കോളായിട്ട് വരാറുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് ഒട്ടും വയ്യ, ഞാൻ ഇന്ന് ഒന്നും എടുക്കില്ല എന്ന് വിചാരിച്ചാലും അങ്ങനെ കുറച്ച് ആൾക്കാരെങ്കിലും എൻ്റെ അടുത്ത് ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ കുറെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ചിലർക്ക് ശാരീരികമായിട്ട്, ചിലർക്ക് മാനസികമായിട്ട്, ചിലർക്ക് സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ ചിലർക്ക് മറ്റുള്ള പുറത്തുനിന്ന് ഔട്ട്സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റൂടുണ്ടായിരിക്കും. ഇപ്പൊ ഇതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത്? അതായത് നമുക്കുള്ള ഇതേ പ്രശ്നങ്ങൾ സഫർ ചെയ്യുന്ന കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ. എന്താ പറയാ, ഇപ്പൊ എന്റെ അമ്മായിയമ്മ, അയ്യോ എന്റെ അമ്മിച്ച് വേണ്ട, അസ്തഗ്ഫിറുല്ലാഹ്, അമ്മിച്ച് മരണപ്പെട്ടു. ഇതിലൊരു എക്സാമ്പിൾ വേറൊരാളെ പറഞ്ഞുതരാം. ഇപ്പൊ ജീവനോടുള്ള ആരെ പറയാ, നാത്തൂമാര്, അവരൊക്കെ എക്സ്ട്രാ ഡീസന്റ് ആണ് കേട്ടോ. എന്നാലും ഞാന് ഇങ്ങനോട് പറയുമ്പോ ഇത്തിരി ദുഷ്ട കഥാപാത്രമാക്കിയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ നാത്തൂമാര് ഭയങ്കര ഭയങ്കര വില്ലികളാണ് വിചാരിച്ചു. വില്ലി വില്ലി മീൻസ് വില്ലന്റെ നേരെ സ്ത്രീലിംഗം, വില്ലി കേട്ടാ. ഭയങ്കര എന്താ പറയാ, ടെറർ ആയിട്ടുള്ള നാത്തൂമാരാണെന്ന് വിചാരിച്ചോ. ഇതേപോലെ ടെറർ ആയിട്ടുള്ള ഷെയ്മി ക്ലാസ് കേൾക്കുകയാണെങ്കിൽ എന്നെ തല്ലി കൊല്ലുട്ടോ. പക്ഷേ പെങ്ങളുടെ കാര്യം പറഞ്ഞതാ, മാഷാല്ലാ. പക്ഷെ അവര് ഭയങ്കര ടെററാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇതേപോലെ ടെറർ ആയിട്ടുള്ള വേറെ കുറെ ആളുകൾ ഉണ്ടാവില്ലേ, നാത്തുമാര് ടെറർ ആയിട്ടുള്ള ആൾക്കാര്. പക്ഷെ ഇവർ ഇതിനെ സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എനിക്കാണെങ്കിൽ ചിലപ്പോ എന്താ സംഭവിക്കാന്ന് വെച്ചാല്, ഇങ്ങനെ ടെറർ ആയിട്ടുള്ള നാത്തുമാരെ എനിക്ക് ഡീൽ ചെയ്യാനായിട്ട് പറ്റുന്നേ ഉണ്ടാവൂല. ഇവരെന്തേലും പ്രശ്നം എന്തേലും പറയുമ്പോഴേക്കും എനിക്ക് ഫുള്ള് പേടിയാവാൻ തുടങ്ങും, ടെൻഷൻ ആവാൻ തുടങ്ങും. അയ്യോ എന്റെ നാത്തൂൻ അങ്ങനെ പറഞ്ഞില്ല, അയ്യോ അവരിനി വരുമ്പോ തന്നെ എനിക്ക് പറ്റൂല, അവരെനിക്ക് കാണുക വേണ്ട. അള്ളാഹുവേ, എന്റെ വീട്ടിൽ നാത്തുമാരാരെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടിലോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോ തന്നെ ചിലര് പറയും, ഇവിടെ കുട്ടികൾക്കൊക്കെ സൂക്കേടാണ്, നിങ്ങൾ വരിക വേണ്ട അറിയില്ലേ. കാരണം പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവൂല, പക്ഷെ എന്നാലും ഇവര് വരുമ്പോ ഉള്ള ഒരു ടെൻഷൻ, ഒരു ആങ്സൈറ്റി, ഇത് പലപ്പോഴും പല തരത്തിൽ കാണാറുണ്ട് അല്ലെ. ഇപ്പൊ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്തെങ്കിലും ഒരു എക്സാം എഴുതാൻ പോവാണെന്നുണ്ടെങ്കിൽ എക്സാം എഴുതുന്നവരെ രാത്രി ഉറങ്ങാൻ പറ്റുണ്ടാവില്ല, എക്സാം എഴുതി കഴിയുന്നവരെയും ഒരു സമാധാനം കിട്ടുന്നുണ്ടാവില്ല.
ഇത് പലർക്കും പല രീതിയിലായിരിക്കും ഉണ്ടാവുക. ചിലർക്ക് ഇരുട്ടിനെ പേടിയായിരിക്കും, ചിലർക്ക് എന്താ പറയാ ചില ആളുകളെ പേടിയായിരിക്കും, ചിലർക്ക് ചില സിറ്റുവേഷൻസ് പേടിയായിരിക്കും. അപ്പൊ വൺസ് ഇതിനെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ ഫേസ് ചെയ്യുമ്പോൾ അതിനെ ഓവർകം ചെയ്യും അല്ലെ. അതിനെ ഫേസ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ മല്ലിക്കെട്ടിക്കൊണ്ടിരിക്കുക. അതായത് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന എന്താണ്, ഇതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫിയറിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സിറ്റുവേഷനെ നമുക്ക് ഫേസ് ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ശീലം നിങ്ങളിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഉണ്ടാവും അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതായത് നിങ്ങൾക്കുള്ള അതേ സിറ്റുവേഷൻ മറ്റു പലർക്കും ഉണ്ട്, പക്ഷെ അവരതിനെ നൈസായിട്ട് ഡീൽ ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് അത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നിങ്ങൾ എഴുതാൻ പോകുന്ന ഇതേ എക്സാം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ വേറെ എഴുതുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് പറ്റുന്നില്ല. അത് എഴുതുന്നവരെ നിങ്ങൾക്ക് ടെൻഷനാണ്. അതിൽ കുറെ ആളുകൾ ഫെയിൽ ആവുന്നുണ്ട്, കുറെ ആളുകൾ ജയിക്കുന്നുണ്ട്. നിങ്ങളും മേ ബി ജയിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങളും മേ ബി ഫെയിൽ ആയേക്കാം. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ ഇതിന്റെ എല്ലാ തലത്തിലും ചിന്തിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വരുന്ന പ്രോബ്ലം എന്താണോ അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയാൻ ഞാൻ പറഞ്ഞത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ നമ്മുടെ നാത്തൂമാരുടെ എക്സാമ്പിൾ എടുത്തു തുടങ്ങിട്ടത്. ഇപ്പൊ എന്റെ നാത്തൂമാര് പോലെ തന്നെ മറ്റു പലർക്കും പല നാത്തൂമാരും ഉണ്ടായിരിക്കാം അല്ലെ. ഇപ്പൊ ചിലര് നാത്തൂമാര് ടെററായിരിക്കാം. അപ്പൊ നമുക്കത് ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ എന്ത് പറയും? ഓ അവള് ഭയങ്കര സാധനമാണ്, അവൾക്ക് അവരേനെയൊക്കെ ഡീൽ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അവള് ഭയങ്കര നല്ല കഴിവുള്ള കുട്ടിയാണ്, അവൾക്ക് ആ എക്സാം ഒക്കെ ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും, എനിക്ക് പറ്റില്ല. ഓക്കെ, ഈ ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന കുറച്ച് കളികളെ കുറിച്ച്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ കുറെ മുന്നത്തെ ക്ലാസ്സുകളിൽ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അനിസയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലെ തന്നെ, അതായത് നമ്മുടെ മനസ്സ് തന്നെയാണ് ഈ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡും അതേപോലെ കോൺഷ്യസ് മൈൻഡും നമ്മുടെ മനസ്സ് തന്നെയാണ്. ഇതിലെ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് തർക്കിക്കും, നമ്മളോട് ഒരു കോൺഫ്ലിക്റ്റിന് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് തയ്യാറാവും. ഇപ്പൊ നമ്മൾ പറയാണ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ എക്സാമ്പിൾ വേണ്ട, നമ്മുടെ അടുത്ത് ഒരാൾ, നമ്മുടെ മതത്തിലോട്ട് തന്നെ വരാം, നമ്മുടെ അടുത്ത് ഒരാൾ പറയാണ് അള്ളാഹു എന്നൊരു സംഭവം ഇല്ല, ഓക്കെ, ദൈവം എന്നൊരു സംഭവം ഇല്ല എന്ന് നമ്മൾ തന്നെ നമ്മളോട് പറയുക, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ നമ്മുടെ അടുത്ത് പറയുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് നമ്മുടെ മാക്സിമം തർക്കിക്കില്ലേ, അള്ളാഹ് എന്ന് പറയുന്ന ഒരാൾ ഇല്ല എന്നല്ല, അള്ളാഹ് ഉണ്ട് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ, പക്ഷെ അവര് നമ്മളതിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ലാഹൗല ഖുവത്ത ഇല്ലാ ബില്ലാ, നിങ്ങൾ നിങ്ങളുടെ കാര്യം അല്ലെങ്കിൽ ഞാൻ എന്റെ കാര്യം, ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടു, പക്ഷെ ഞാനത് വിശ്വസിക്കില്ല. കാരണം നമ്മുടെ കോൺഷ്യസ് മൈൻഡ് തന്നെ നമ്മളുടെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, തർക്കിക്കുന്നുണ്ട്. അപ്പോ ഇത് തന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു, നിങ്ങൾ എത്ര ആൾക്കാർ ഈ കപ്പലില് അല്ലെങ്കിൽ തോണിയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്? അങ്ങനെ യാത്ര ചെയ്ത് ആരൊക്കെ ഉണ്ട്? ആർക്കെങ്കിലും എക്സാമ്പിൾ പറയാൻ ഒരു ഞാനുണ്ട്, പോയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ വല്ല ക്ലാസ് കേട്ടോണ്ടിരിക്കണോ ഇരിക്കണം, നിങ്ങളൊന്ന് സംസാരിക്കേ. ഞാൻ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ യെസ്, നിങ്ങൾ ഇങ്ങനെ കടലിൽ ഒരു ബോട്ടിലൊക്കെ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കണ്ണെത്താത്ത ദൂരത്ത് അത്രയും നിങ്ങൾ കടല് കാണുകയാണ് അല്ലെ. അപ്പൊ ആ കടലില് ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, അതെ ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട കേട്ടോ, നല്ലോണം കാറ്റടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ വെള്ളത്തിലോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും റിയാക്ട് ചെയ്യുക? അവിടുന്ന് വേഗം മാറിപ്പോവോ അതോ അവിടെ തന്നെ നിൽക്കുവോ? വേഗം മാറിപ്പോവും അല്ലെ. പക്ഷെ ഇത് തന്നെ നന്നായിട്ട് ഒരു മുക്കുവൻ, ഓക്കെ, ഒരു മുക്കുവനാണ് നിങ്ങളുടെ അടുത്ത് പോയി നിൽക്കണേ. അപ്പൊ നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ആരെങ്കിലും ഒരാൾ ഇയാൾ മുക്കുവനാണെന്ന് അറിയാഞ്ഞിട്ട് അയാളോട് പോയിട്ട് പറയാണ് എന്ത്, എടാ ഇവിടെ നിൽക്കണ്ട കേട്ടോ, നന്നായിട്ട് കാറ്റടിക്കുമ്പോ നീ ആ വെള്ളത്തിലോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അയാൾ അവിടെ നിന്ന് മാറില്ലേ? അയാൾക്ക് നന്നായിട്ട് അറിയാലേ ആ കാറ്റടിച്ചു കഴിഞ്ഞാൽ അയാളെ വെള്ളത്തിൽ വീഴൂല. കാരണം ഈ കാറ്റ് കൊണ്ടൊന്നും നമ്മളെ വീഴ്ത്താൻ പറ്റൂല എന്നുള്ള കോൺഫിഡൻസ് അയാൾക്കുണ്ട്. അത് അപകടകരമായിട്ടുള്ള കാറ്റാണെങ്കിൽ മാറി നിൽക്കാനുള്ള വിവേകവും അയാൾക്കുണ്ട്, അറിവുണ്ട് അയാൾക്ക് അല്ലെ, ആ നോളജ് ഉണ്ട് ഇല്ലേ. അതൊരു നിസ്സാര കാറ്റാണെന്നുണ്ടെങ്കിൽ അയാൾ മാറില്ല അല്ലെ. നിങ്ങളോ ആ ഒരു വന്ന് പറഞ്ഞ ആളുടെ കമന്റിനെ നമ്മൾ വേഗം ഫോളോ ചെയ്തു പോകും. ഇത് എന്തുകൊണ്ടാണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്കറിയാം എന്ത്, ഈ ഒരു കടൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു കാര്യമാണ്. ഓക്കെ, ഇവിടെ എനിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അപകടം സംഭവിക്കാം.
ഇതൊക്കെ നമ്മൾ മുന്നേ കൂട്ടി നമ്മുടെ ബ്രെയിനിനെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിലെ തന്നെ ഒരു ബക്കറ്റ് വെള്ളം കാണുമ്പോൾ തന്നെ നമ്മുടെ മക്കളോട് പറയും, അയ്യോ വെള്ളത്തിലോട്ട് പോവല്ലേ, നീ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മുങ്ങി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ പറയൂല്ലേ, നമ്മുടെ മക്കളെ നമ്മൾ പറയും. അപ്പൊ ഇനി അവരെ വെള്ളത്തിലോട്ട് ഇറക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അത്രയും സൂക്ഷ്മതയോടെ സൂക്ഷിച്ച് ഇറക്കുള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, വെള്ളത്തിലേക്ക് പോവല്ലേ, കനാലിലേക്ക് പോവല്ലേ, കുളത്തിലേക്ക് പോവല്ലേ, പുഴയിലേക്ക് പോവല്ലേ 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 എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പോവണം. ഓക്കെ, നമ്മളോട് ഇപ്പൊ നമ്മുടെ പാരന്റ്സ് പറയാണ്, നിനക്ക് പ്രാക്ടീസ് ആണ് വേണ്ടത്, ഭയമല്ല പ്രാക്ടീസ് ആണ് വേണ്ടത് എന്ന് നമ്മുടെ പാരന്റ്സ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളെ വെള്ളത്തിനെ കാണുമ്പോൾ ഭയന്നിട്ട് പോവില്ലായിരുന്നു. നമ്മൾ എങ്ങനെയാണ് പോവാ? ഓക്കെ, എനിക്കിതിൽ വേണ്ടത്ര പ്രാക്ടീസ് ഇല്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണിത്, അല്ലേ? നമ്മുടെ കിച്ചൺ അല്ലെ, നമ്മുടെ കുഞ്ഞുനാള് മുതൽക്ക് തന്നെ നമ്മുടെ പാരന്റ്സ് എന്താ പറയുക, തീയിൽ തൊടുന്ന സമയത്ത് പൊള്ളൂന്ന് പറയും. അതേ സമയം തന്നെ നമ്മുടെ പാരന്റ്സ് ഇത് നമുക്ക് ചെയ്ത് കാണിച്ചു തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ, പൊള്ളാണ്ട് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ നമുക്ക് ആദ്യത്തെ തവണ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ശ്രദ്ധാപൂർവം കുക്ക് ചെയ്ത് വന്നു. പിന്നെ പിന്നെ എന്തായി, അത് പ്രാക്ടീസ് ആയി, ശീലായി. നമ്മളോട് തന്നെ ഒരു മൊമെന്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടുകാർ പറയാൻ തുടങ്ങി, മോളെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയാൽ, അല്ലെങ്കിൽ ആ ദോശ ഒന്ന് മറിച്ചിട്ട് ആ ഗ്യാസ് ഒന്ന് ഓഫാക്ക്. ഇത്തരത്തിലുള്ള കമന്റ്സ് നമുക്ക് തന്നെ കിട്ടാൻ തുടങ്ങി. അപ്പം നമ്മുടെ മൈൻഡിന് അറിയാം ഏത് രീതിയിൽ, ഇപ്പൊ ഒരു ദോശ ചുടുന്ന സമയത്ത് എന്റെ കൈ പൊള്ളാതെ ഞാൻ എങ്ങനെ ചുടണം എന്നുള്ളത് നമ്മൾ പഠിച്ചു വന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തന്നെ ബ്രെയിനിലാണ്. ഇപ്പൊ നമുക്ക് നന്നായിട്ട് പരിചിതമായ ഒരു കാര്യം നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് അത് അപകടമാണ്, നീ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പുഞ്ചിരിക്കില്ല. നിങ്ങളൊന്ന് പോയെ, എനിക്ക് നന്നായിട്ട് അറിയാം. ആരാണ് അവിടെ മ്യൂട്ട് ഓണാക്കിയ ആള്? എന്റെ കുറച്ചു എന്റെ ചെവി പ്ലീസ് ഒന്ന് മ്യൂട്ടാക്കൂ, ഞാൻ ആദ്യത്തെ അങ്ങനെയും കൊണ്ട് ഞാൻ തോറ്റ്. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്ന സാധനം നമുക്ക് ചെയ്യാൻ ആദ്യത്തെ ഒരു കാര്യം. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നൊരു കാര്യം എന്താ വെച്ചാല്, എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, അതായത് ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കാര്യം ഒരാൾ എൻ്റെ അടുത്ത് അത് തെറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ പോലും എന്റെ മൈൻഡിനെ അത് എതിർക്കും. ഇപ്പൊ അവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാറ്റടിച്ച് നീ ആ വെള്ളത്തിലോട്ട് വീഴുമെന്ന് പറഞ്ഞാല് അറിവില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അത് വിശ്വസിച്ച് അങ്ങോട്ടേക്ക് പോവില്ല, അതിന് വേഗം ആക്സെപ്റ്റ് ചെയ്യും. ഇത് തന്നെ നന്നായിട്ട് അയാൾക്ക് അറിയാം അയാള് ആ വെള്ളത്തിലോട്ട് വീഴൂലെന്ന്, അതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിൽക്കും, അല്ലെ? അപ്പൊ നമ്മുടെ മൈൻഡിന് എന്തുണ്ട്? കോൺഫ്ലിക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. കോൺഷ്യസ് മൈൻഡിന് കോൺഫ്ലിക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. കോൺഷ്യസ് മൈൻഡ് എപ്പോഴും നമ്മളോട് തർക്കിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു കാര്യം അറിയും, മനസ്സിലാക്കുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യും? അതിന്റെ എല്ലാ വശവും ചിന്തിക്കും. ഇപ്പൊ ഒരു കാര്യം നമ്മുടെ അടുത്ത് ഒരാൾ സിമ്പിൾ ആയിട്ട് പറയാണ്, നീ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യട്ടോ എന്ന് പറയുമ്പോൾ തന്നെ അപ്പൊ തന്നെ നമ്മുടെ മൈൻഡ് വേറൊരു തോട്ടും കൂടെ കൊണ്ടുവന്ന് തരും നമുക്ക്. അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ പോവോ? പോവൂലേ? നല്ലതായിരിക്കോ? ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ഒരു മൊബൈൽ വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിലും ആ മൊബൈലിനെ കുറിച്ച് ചിന്തിക്കും. ഈ മൊബൈൽ ഇത്ര ഉണ്ടാവും, ആ ഒരു 15,000 രൂപയാണെന്നുണ്ടെങ്കിൽ ആ 15,000 രൂപയ്ക്ക് നമ്മൾ ഇതിന്റെ ഒരു വേറെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മൾ വിചാരിച്ച എമൗണ്ടിനേക്കാളും കൂടുതലാകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിന് ചിന്തിക്കുന്നത് എന്നുള്ള ഒരു ക്ലാസ് നമ്മൾ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്യസിലുള്ള ആൾക്കാർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ കോൺഷ്യസ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് അറിയോ? അത് നമ്മളോട് ഒരു തരത്തിലും തർക്കിക്കില്ല. ഓക്കെ, കോൺഷ്യസ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ ക്ലാസ്? അയ്യോ, ഇവിടെ ആർക്കും ഓർമ്മയില്ലേ? അന്ന് ഭയങ്കര വലിയ ഓർമ്മയുണ്ട്, ഫീഡ്ബാക്ക് ഒക്കെ ലാസ്റ്റ് തന്നു. ക്ലാസ് അല്ലേ? ആ യെസ്, ഓർമ്മയുണ്ട്, ലാസ്റ്റ് ക്ലാസ്. ആ ഓർമ്മയുണ്ട്, നല്ല ഓക്കെ, ഓർമ്മയുണ്ട്. ഞാൻ അത്രയേറെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു തന്നിട്ട് വെള്ളത്തിൽ വരച്ച വല പോലെ പോയി കരുതി. ഓക്കെ, സബ് കോൺഷ്യസ് മൈൻഡ് അപ്പൊ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, സബ് കോൺഷ്യസ് മൈൻഡ് തർക്കിക്കില്ല. നമ്മൾ എന്ത് കമന്റ് ആണോ കൊടുക്കുന്നത്, ആ കൊടുക്കുന്ന കമന്റിനെ നമ്മുടെ ലൈഫിലോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ട്രൈ ചെയ്യുക. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാല് നമുക്ക് ഒരു പിടിയും തരാത്ത ഒരു സാധനമാണ്. അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് നമുക്ക് ഭയങ്കര ധാരണയുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കടലാണോ അതോ വേറെന്തെങ്കിലും ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അത്ര ഉണ്ടാവും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, നിങ്ങൾക്കത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആഹ് ശരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഒരു 6 വയസ്സായ കുട്ടി 60 കൊല്ലം മുന്നേ മരണപ്പെട്ടു പോയ ഒരു വയസ്സായ ഒരാളെ പോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ടുണ്ടായില്ലേ? പ്രേതത്തിന്റെ ഒരു സ്റ്റോറി ഒക്കെ ആയിട്ട് ഒരു ഈ അടുത്ത് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു അത്, ഒരു ന്യൂസ് ആയിരുന്നു അത്. അപ്പം
അവർക്ക് ഇതുവരെ അറിയാത്ത ഭാഷ സംസാരിക്കുന്നു. നമ്മള് നമ്മുടെ എന്താ മണിച്ചിത്രത്താഴ് മൂവിയിലൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പൊ അതേപോലെ തന്നെ പാരലൽ ലൈഫ് എന്ന് പറയും. ആർക്കെങ്കിലും അറിയോ പാരലൽ ലൈഫിനെ കുറിച്ച്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആർക്കെങ്കിലും ഒക്കെ പാരലൽ ലൈഫിനെ കുറിച്ച് വല്ല ധാരണയും ഉണ്ടോ? മക്കളെ ഉണ്ടോ ഇല്ലേ? ഇല്ല. ഉണ്ട്. ഇവിടെ ഒരാൾ കൈവന്തിക്കുന്നുണ്ടല്ലോ, ആരാണത്? ഹാജറ. നിങ്ങൾക്കറിയോ പാരലൽ ലൈഫിനെ കുറിച്ചിട്ട്? ഓക്കെ. പാരലൽ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിപ്പോ ഈ പറയുന്ന നമുക്ക് ഉൾക്കൊള്ളാൻ, നമ്മുടെ ഒരു സാധാരണ യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സംഭവമാണ്. അതായത് വേറൊരാളുടെ ജീവിതം എങ്ങനെയാണോ നടന്നു പോയത് അതേപോലെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ജീവിതവും സംഭവിക്കുക, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എബ്രഹാം ലിങ്കന്റെ ലൈഫിൽ സംഭവിച്ച അതേ കാര്യങ്ങൾ, ഒരു 100 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് എബ്രഹാം ലിങ്കണും അതേപോലെ ജോൺ എഫ് കെനഡിയും തമ്മിലുള്ള ജീവിതത്തിൽ. അതായത് ഇവര് 100 വർഷത്തെ ഗ്യാപ്പിൽ ജനിച്ച ആൾക്കാരാണ്. ഇപ്പൊ എബ്രഹാം ലിങ്കന്റെ ശരിക്കും പൊളിറ്റിക്സിലോട്ട് വന്നത് 1846-ലാണ്. അപ്പൊ ജോൺ എഫ് കെനഡി വന്നതോ 1946-ലാണ്. 100 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അവർ തമ്മിൽ. 1860-ല് എബ്രഹാം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റ് ആയി. ഇതേപോലെ 1960-ല് കെനഡി എന്തായി? പ്രസിഡന്റ് ആയി. ഓക്കെ. ഇപ്പൊ കെനഡിക്ക് ഒരു സെക്രട്ടറി, അതായത് എബ്രഹാം ലിങ്കന്റെ സെക്രട്ടറിയുടെ പേരായിരുന്നു കെനഡി എന്ന്. അതേപോലെ കെനഡിയുടെ ശരിക്കും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്, കെനഡിയുടെ സെക്രട്ടറിയുടെ പേരായിരുന്നു എബ്രഹാം ലിങ്കൻ എന്നുള്ളത്. ഓക്കെ. ലിങ്കൻ എന്നായിരുന്നു കെനഡിയുടെ പ്രസിഡന്റിന്റെ പേര്, അല്ല സെക്രട്ടറിയുടെ പേര്. അപ്പോ ലിങ്കൻ കൊല്ലപ്പെട്ടത് എങ്ങനെയാന്ന് വെച്ചാല് ഫോർഡിന്റെ തിയേറ്ററിൽ വെച്ചിട്ട് വെടിവെച്ചിട്ടാണ് കൊല്ലപ്പെട്ടത്. ഓക്കെ. അതായത് ഷൂട്ട് കൊണ്ടിട്ടാണ് കൊല്ലപ്പെട്ടത്. കെന്നഡി മരണപ്പെട്ടത് എങ്ങനെയാ വെച്ചാൽ ഫോർഡിന്റെ കാറിനകത്ത് വെച്ചിട്ട് സെയിം ഷൂട്ടിലാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇവർ രണ്ടുപേരും മരിക്കുന്ന സമയത്ത് ഇവരുടെ രണ്ടുപേരുടെയും ഭാര്യമാര് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വേറൊരു സിമിലാരിറ്റി. ഓക്കെ. അപ്പോ ഇവരുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സിമിലർ ആയിരുന്നു. അപ്പൊ അതേപോലെ ലിങ്കൺ തിയേറ്ററിലോട്ട് പോകുന്നതായിട്ട്, അതായത് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സെക്രട്ടറി അദ്ദേഹത്തെ തടഞ്ഞതായിട്ടും, അതേപോലെ ഈ കെന്നഡിയുടെ സെക്രട്ടറി ഈ ഒരു കാറിൽ പോകുന്ന സമയത്ത് അവരെ ഇതുപോലെ തടയാനായിട്ട് ശ്രമിച്ചതായിട്ടും ഒക്കെ ഒരു പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു തരത്തിലുള്ള ഒരു എന്താ പറയാ വേറൊരാള് ജീവിതത്തിൽ മുന്നേയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അതേപോലെ സംഭവിക്കും എന്ന് പറഞ്ഞാല് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുമോ? പറ്റുമോ? പ്രയാസാണ് അല്ലെ? ഓക്കെ. ശരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവോ എന്നുള്ള ഒരു തോന്നല് നമുക്ക് ഉണ്ടാവും അല്ലെ? പലരും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളെയും എങ്ങനെയാണ് കൺസിഡർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജീനുമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള തലമുറകളുമായിട്ട് ഇപ്പൊ ഇന്നത്തെ കാലത്തും ഒരുപാട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമ്മുടെ തലമുറകളായിട്ടുള്ള വല്യപ്പന്മാരുടെ വല്യപ്പന്മാരൊക്കെ ഭയങ്കര ദീനിയായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഈ റുക്കിയ ചികിത്സ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേരമക്കളുടെ പേരമക്കൾക്ക് ഇവരുടെ കുറെ കഴിവുകൾ കിട്ടിയിട്ടുണ്ടാവും. മേ ബി നമ്മൾ പറയില്ല നമ്മുടെ ജീനിന്ന് കിട്ടുന്നതാണെന്ന് പറയില്ലേ കുറെ കഴിവുകൾ. പക്ഷെ ആ ഒരു കഴിവ് അത് കോയിൻസിഡൻസ് ആണല്ലോ അവരുടെ ജീവിതത്തിൽ. ഇപ്പൊ എന്റെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അതേപോലെ വേറൊരാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. ഞാനിങ്ങനെ എനിക്ക് കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് ചില ആളുകൾ പറയാറുണ്ട്, ഐഷിത നിങ്ങൾ എങ്ങനെയാണോ കുറെ ഡെത്തുകൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തത് അതേപോലെ ഞാൻ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കടന്നുപോയ അതേ അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ടായിരുന്നു. ഏകദേശം സിമിലർ ആണ്, മൂക്കത്ത് ബ്ലഡ് വന്നിട്ടില്ല എന്നുള്ളൂ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കോയിൻസിഡൻസ് ആണ് അല്ലെ? എന്റെ ലൈഫിൽ സംഭവിച്ചതുപോലെ തന്നെ കുറച്ചും കൂടെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ കാര്യവും ഇപ്പൊ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ സംഭവിക്കാം എന്നിരിക്കെ എല്ലാ കാര്യവും സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? പറ്റൂല അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സയൻസ് എന്ന് പറയുന്നത് അള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ലോകത്തുള്ള കുറേ കാര്യങ്ങളുടെ പഠനമാണ്. ഇവരിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു തിയറി ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഈ തിയറി മേ ബി മാറാം അല്ലെ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു തരത്തിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് കാരണം നമ്മുടെ മനുഷ്യന്റെ
മനുഷ്യന് തന്നെ അപകടകരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിയറീസ് ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ AI ലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭയങ്കരമായിട്ട് ലോഞ്ച് ചെയ്തു. ഒരുപാട് ഇനിയിപ്പോ നമ്മള് മൊത്തം വേൾഡിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് റൂൾ ചെയ്യുന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്രയേറെ കുട്ടികൾക്ക് ഇപ്പൊ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റഡീസ്, പണ്ട് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഒരു ബേസ് പഠിക്കുന്നത് പോലെ ഇപ്പൊ AI സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലോട്ട് നമ്മൾ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പോകുന്നതൊക്കെ എന്താണ്, അള്ളാഹ് നമുക്ക് തന്നിട്ടുള്ള പവറിനെ, എന്താണ് ഈ പവർ എന്നുള്ളത് പഠിച്ചു വരിക, റിസർച്ച് ചെയ്യാണ്. റിസർച്ച് ചെയ്ത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യുന്നു. ഈ പ്രൂവ് ചെയ്ത തിയറീസ് പോലും കുറച്ചു കാലം കഴിയുമ്പോൾ മാറ്റുന്നു അല്ലെ. മാറ്റിക്കൊണ്ടേ ഇരിക്കാറുണ്ട്, മാറ്റിത്തിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു പവർ ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറും നമ്മുടെ അള്ളയും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ. പലരും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൈൻഡ് പവർ വേറെയാണ്, അള്ള വേറെയാണെന്നുള്ളത്. അപ്പൊ ഈ അള്ളയും സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറും ഈ തിയറികളും എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളതിനെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഷിർക്കിലോട്ടാണ്. ഓക്കെ, അത് ആ ഒരു സാധനം നമ്മൾ നല്ലോണം മനസ്സിലാക്കുക. കാരണം അള്ളാഹുവിനുള്ള പല കഴിവുകളും നമുക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് പോകുന്ന ഒരു മൊമെന്റ് ആണ് ഈ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത്. അതായത് മുന്നേ ഒരാള് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതം മൊത്തം പിന്നെ എങ്ങനെയായിരിക്കും, ആ ആളുടെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചത് അതിനായിരിക്കും നമ്മൾ നോക്കുക അല്ലെ. അതായത് ഇപ്പൊ നിങ്ങൾ തന്നെ ഉദ്ദേശിച്ചു, നിങ്ങൾ ഇന്നലെ നിങ്ങളുടെ ജീവിതത്തിൽ രാവിലെ നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നത്, ചായ കുടിക്കുന്നത്, ഷോപ്പിങ്ങിന് പോകുന്നത്, അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു ഷോപ്പിൽ കയറി അവിടെ ആ ഷോപ്പിൽ നിന്ന് നിങ്ങൾ വീണ്ടും എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളോ ഒക്കെ മേടിച്ച് കഴിക്കുന്നു, അത് കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ഒരു കുഞ്ഞു പാർക്കിലോ കാര്യങ്ങളോ ഒക്കെ പോകുന്നു, അത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നു. എല്ലാത്തിനും കറക്റ്റ് സമയങ്ങളുണ്ട് കേട്ടോ. 7:30, 8:30 ഇങ്ങനെ ഒരു കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചോ. ഇതേ ഒരു കാര്യം, അതായത് മിനിഞ്ഞാന്ന് ഒരാൾ ഇതേ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ ഇന്നലെ രാത്രി 12:30 മരിച്ചു പോയി എന്ന് വിചാരിച്ചു. ഓക്കെ, അതായത് മിനിഞ്ഞാന്ന് രാത്രി 12:30 ഇയാൾ മരണപ്പെട്ടു പോയി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്നലെ രാവിലെ ഈ ഷോപ്പിംഗ് മോളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ അറിയാൻ ഇടയാവാണ്, രാവിലെ ഒരു 7:30 നിങ്ങൾ അറിയാണ്, അല്ല വേണ്ട രാത്രി ഒരു 10 മണിക്ക് നിങ്ങൾ അറിയാണ് രാവിലെ മുതൽ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത്. നിങ്ങൾ പോയ അതേ സമയത്ത് അയാൾ ആ ഷോപ്പിംഗ് മാളിൽ പോയിട്ടുണ്ട്, നിങ്ങൾ കഴിച്ച അതേ സാധനം അയാൾ കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇട്ട അതേ വസ്ത്രമായിരുന്നു അയാൾ ഇട്ടിട്ടുണ്ടായിരുന്നത്, എല്ലാം അയാൾ ചെയ്ത അതേ കാര്യങ്ങളാണ് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്തു വരുന്നത്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചിന്ത എന്തായിരിക്കും? ഇന്നലത്തെ 12:30 നിങ്ങളുടെ മരണ സമയമായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിന്ത വരൂലേ? ഓപ്പൺ ആയിട്ട് പറയാം, വരും 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 വരൂല്ലേ? വരും. അതായത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അതേ കാര്യങ്ങൾ ഇതേ സമയത്തിൽ ഇതേ കാര്യം പോലെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 12:30 ഞാനപ്പം മരിക്കേണ്ടുന്ന ആളാണ്, ഞാൻ മരിക്കും 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 എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും അല്ലെ. ഇവിടെയാണ് നമ്മൾ സയൻസ് പഠിച്ച് അവസാനം കൊണ്ടുപോയിട്ട് എന്താ പറയാ, ചട്ടിയിട്ട് കലട്ട് ഉടയ്ക്കുന്ന ഒരു പരിപാടി എന്ന് പറയില്ലേ, അത് വരിക. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇതെല്ലാം അള്ള സംഭവിപ്പിച്ചതാണ് അല്ലെ. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത ഒരാളുണ്ട്, ആളുടെ പ്ലാൻ വരെയാണ്. അപ്പൊ അള്ള പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത്, നമ്മുടെ വിധിയെ മാറ്റിമറിക്കാൻ അള്ള നമുക്കൊരു ആയുധം കൂടെ തന്നിട്ടാണ് നമ്മുടെ ദുനിയാവിലോട്ട് പറഞ്ഞയച്ചത്. എന്താണ് ആ ആയുധം? മനസ്സറിഞ്ഞുള്ള ദുആ അല്ലെ. നമ്മൾ എപ്പോഴും പറയും എന്റെ ദുആ എനിക്ക് നടക്കുന്നില്ല, ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും എന്റെ പ്രാർത്ഥന പടച്ചോൻ സ്വീകരിക്കുന്നില്ല. എന്റെ അടുത്ത് ഒരുപാട് ആളുകൾ വന്ന് പറയാറുള്ള ഒരു കാര്യമാണ്, പക്ഷെ ഞാൻ എത്രയോ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നേ ഇല്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാം വേസ്റ്റ് ആണ്, എന്റെ അസുഖം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നടക്കുന്നില്ല, എന്റെ മക്കളെ സ്വഭാവം നേരാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നടക്കുന്നില്ല. ഇത് പലപ്പോഴും നടക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അവിടെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഇട്ടിട്ട് തന്നെ വില്ലനാവുന്നത്. കാരണം നമ്മൾ തന്നെ പലയാവർത്തി പറഞ്ഞിട്ടുണ്ട്, എന്ത്, എന്നെയും കൊണ്ട് നടക്കൂല, എന്നെ കൊണ്ട് കഴിയൂല, എനിക്ക് പേടിയാണ്, എനിക്ക് ആ ഒരു സിറ്റുവേഷൻ പേടിയാണ്, എനിക്ക് ആ ആളെ പേടിയാണ്, എനിക്ക് ആ എക്സാം പേടിയാണ്, അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്, എന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു എന്താ പറയാ, ഒരു മൊബൈൽ വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ മൊബൈലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,50,000 രൂപയാണ്. 1,50,000 രൂപയുടെ മൊബൈലോ എന്നെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റൂല. നമ്മൾ വില കേൾക്കുന്നതിന്റെ മുന്നേ നമ്മൾ പറയാ, എന്താ, എനിക്കത് താങ്ങാൻ പറ്റൂല, ഞാനത് ചെയ്യൂല.
എനിക്കത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പേടിയാണ്, അവരെന്റെ വീട്ടിലോട്ട് വരരുത്, അവര് വരുന്നത് എനിക്ക് പേടിയാണ്, എന്റെ കുട്ടി ഇന്ന ആളെ കാണരുത്, അതെനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് വേറൊരു അഫയർ ഉണ്ടാവോ, അതെനിക്ക് പേടിയാണ്. ഇങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ തന്നെ നമ്മുടെ വായില് പല നെഗറ്റീവും കൊടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കൊടുത്തു വെച്ച സാധനങ്ങൾ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ച് വെച്ചൊരു കാര്യം എന്താ വെച്ചാൽ, പല പ്രാവശ്യം ഞാൻ ഇങ്ങനെ അഫർമേഷൻ പറയുമ്പോൾ അത് എന്റെ ലൈഫിൽ അങ്ങോട്ട് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ തെറ്റിദ്ധരിച്ച് വെച്ചൊരു കാര്യം. പക്ഷെ നമ്മൾ പല ആവർത്തി അഫർമേഷൻ പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് അവിടെ ഫിക്സ് ആയി പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മളിങ്ങനെ പല ആവർത്തി പറഞ്ഞ് നമ്മുടെ ബ്രെയിനിന് നമ്മൾ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്റെ ദുആ റബ്ബ് സ്വീകരിക്കില്ല എന്നുള്ളത്. അള്ള പറഞ്ഞ ഒരു പോയിന്റ് ഇവിടെ ഭയങ്കര വാലിഡ് ആണ്. അള്ളാനെ കുറിച്ച് നമ്മളെ നിരാശരാവരുത്. അള്ളാന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് വിചാരിക്കുന്നോ അതാണ് അള്ള നമ്മുടെ ലൈഫിൽ നടപ്പിലാക്കുന്നത് എന്നുള്ളത്. സോ നമ്മൾ നമ്മുടെ ലൈഫിനെ കുറിച്ച്, നമ്മുടെ ചുറ്റുപാട്, അതുപോലെ നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ നമ്മൾ ഒരുപാട് തവണ വാൺ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ. സയൻസ് പറയുന്നത് എന്താ വെച്ചാല്, നമ്മുടെ നാവ്, അതായത് നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്വീകരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് ഇടുപ്പ് വേദനിച്ചിട്ട് വളരെ ചെറിയൊരു വേദനയുള്ളൂ, എന്നിട്ട് ഞാൻ പറയണേ എനിക്ക് ഇടുപ്പ് വേദനിച്ചിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ, അങ്ങനെ ഞാൻ അങ്ങോട്ട് പല തവണ പറഞ്ഞു എന്ന് വിചാരിച്ചോ, എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ സ്വീകരിച്ചിട്ട് അത് വർക്കാക്കുകയാണ് അതിനകത്ത്. ഓക്കെ, എനിക്ക് ഇടുപ്പ് വേദനയാണ്, അത് അവിടെ അങ്ങോട്ട് വർക്കാക്കി തന്നു. ഓക്കെ, അൾട്ടിമേറ്റ്ലി നമുക്ക് രോഗം തരുന്നത് ആരാണ്? അള്ളാഹു ആണ്, അല്ലെ? അള്ളയാണ് നമുക്ക് രോഗം തരുന്നത്. പക്ഷെ അള്ള പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അത് തന്നെയാണ് നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ തിയറിയും പറയുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എനിക്കൊരു കുഞ്ഞു വേദന ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. ആ ഒരു വേദന ഉണ്ടാവുമ്പോൾ ഞാൻ അതിനെ എക്സാജുറേറ്റ് ചെയ്യുന്നതിന് പകരം അവിടെ പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ സൈക്കോളജി പറയുന്നത്. ഇതേ സാധനം അള്ള പറഞ്ഞത് എന്താണ്? നീ നിന്റെ അനുഗ്രഹങ്ങളിലോട്ട് നോക്കണം എന്നാണ്, അല്ലെ? ഇപ്പൊ നമുക്ക് ഒരു പെയിൻ വന്നപ്പോ പെയിൻ ഇല്ലാത്ത ഒരുപാട് അവയവം റബ്ബ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ആ ഒരു അവയവങ്ങളുടെ ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ നമ്മൾ കാണാൻ ശ്രമിച്ചാൽ അത് നമുക്ക് കൂടുതലും അനുഗ്രഹം തരും. നമ്മൾ നമ്മുടെ ജേർണൽ എഴുതുമ്പോൾ, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്, കൂടുതൽ അനുഗ്രഹങ്ങൾ തരും. പക്ഷെ അതേ സാധനം നമ്മൾ നമ്മളുടെ നെഗറ്റീവ് എമോഷൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് അഫർമേഷൻസ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുമ്പം, സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ, ഇത് ഞാൻ കണക്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സൈക്കോളജിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്താണോ പറയുന്നത്, എന്താണോ ചിന്തിക്കുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നാണ് സയൻസ് പറയുന്നത്. അള്ള എന്താണ് പറയുന്നത്? അള്ള നമ്മൾ ഏത് രീതിയിലാണോ അള്ളാഹുവിനെ കാണുന്നത്, ഏത് രീതിയിലാണോ അള്ളാഹുവിന്റെ മേലെ പ്രതീക്ഷ അർപ്പിക്കുന്നത്, അതാണ് നമ്മുടെ ലൈഫിലോട്ട് അള്ള തരുന്നത് എന്നാണ് അള്ള പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ വെച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് നേരത്തെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ പാരലൽ ലൈഫ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, പാരലൽ ലൈഫ് വരെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടുന്ന കാര്യം എന്താ വെച്ചാൽ, ദാറ്റ് ഈസ് സയൻസ്. അതാണ് സയൻസ്. ഈ പാരലൽ ലൈഫ് ഇവര് പഠിച്ച് കണ്ടെത്തിയതാണ് സയൻസ്. പക്ഷെ ആളുകൾക്ക് ഈ പാരലൽ ലൈഫ് കൊടുത്ത ഒരു ക്രിയേറ്റർ ഉണ്ട് അവിടെ. ആ ഒരു ക്രിയേറ്റർക്ക് അറിയാം, ആ ഒരു ക്രിയേറ്റർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, എവിടെ ഒരു ബ്ലോക്ക് വരുമ്പോഴും അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്ത് ഓവർകം ചെയ്യണം എന്നുള്ളത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല വൃത്തിയായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സയൻസും, അതായത് സൈക്കോളജിയും നമ്മുടെ ദീനും തമ്മിൽ എത്രമാത്രം കണക്റ്റഡ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്, 1400 വർഷങ്ങൾക്ക് മുന്നേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എത്തിച്ചു തന്ന ദീനിന്റെ പവർ നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ, ഇപ്പൊ ഈ ഒരു പാരലൽ ലൈഫ് മാത്രം മനസ്സിലാക്കിയ ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് നേരെ ചൊവ്വേ ചിന്തിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക? ഓക്കെ, ഞാൻ കറക്റ്റ് 12:30 മരണപ്പെട്ടു പോകും. അവരത് വിശ്വസിച്ച്, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റോറിക്കകത്ത് അവരത് വിശ്വസിച്ച്, ഈ 12:30 ഞാൻ മരണപ്പെട്ടു പോകും എന്നുള്ളത് അവർ വിശ്വസിച്ച്, മേ ബി അവരുടെ വിധി ആ 12:30 അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ എന്ത് ചെയ്ത്, അവരുടെ വിശ്വാസം അവിടെ അവരെ ബ്ലോക്ക് ചെയ്ത്, അല്ലെ? എന്തിൽ നിന്നാണ് ബ്ലോക്ക് ചെയ്തത്? അവർ അള്ളാഹുവിലോട്ട് മടങ്ങുന്നതിൽ നിന്ന്, അവർ അള്ളാഹിനോട് ദുആ ചെയ്യുന്നതിൽ നിന്ന് അവരുടെ വിശ്വാസം അവിടെ ബ്ലോക്ക് ചെയ്ത്, അല്ലെ? ഞാൻ എന്തായാലും 12:30 മരണപ്പെടും. ഇപ്പൊ 12:30 ആകുമ്പോഴേക്ക് എനിക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ, ഈ 12:30 ആകുമ്പോഴേക്ക് ഞാൻ മരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എങ്ങോട്ടേക്ക് ഓടണം, അതായിരിക്കും അവർ ആലോചിക്കുന്നുണ്ടാവും, അല്ലെ? നിങ്ങളാണെങ്കിൽ എന്താ ആലോചിക്കുക? ഈ 12:30 ഞാൻ മരണപ്പെടാതിരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, അതല്ലേ നിങ്ങളാണെങ്കിൽ ആലോചിക്കുക?
പക്ഷെ അവിടെ അള്ള പറഞ്ഞെന്ന ഒരു പ്രതിവിധി അല്ലെ, ദുആ കൊണ്ട് കാര്യം നേടാൻ നമ്മൾ ഇനിയും ശീലിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ആ ഒരു എക്സാം എഴുതാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്കറിയാം എന്റെ അടുത്ത് പലപ്പോഴും പലരും അപ്രോച്ച് ചെയ്യാറുള്ള ഒരു കാര്യമാണ്, ഐഷ എനിക്ക് ഭയങ്കര പേടിയാണ്, ആ ഒരാൾ വരുന്ന കാരണം കൊണ്ട് എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ. ഞാൻ പറയും നിങ്ങൾ അതിനെ ഫേസ് ചെയ്യൂ. അതിനെ ഫേസ് അള്ളഹാനോട് ദുആ ചെയ്യുന്നിട്ട് അതിനെ ഫേസ് ചെയ്യുന്ന പറയാം. അള്ളഹാനോട് അവരത് ഫേസ് ചെയ്യാൻ ഞാൻ പറഞ്ഞ വേർഡിനെ അവർ ചിലപ്പോ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ഐഷ പറഞ്ഞല്ലേ, ഞാൻ അതിനെ ഫേസ് ചെയ്യട്ടെ. അപ്പോഴും അവിടെ വീക്ക് ആയിട്ട് പോയിട്ടുണ്ടാവും. അള്ളഹാനോട് ദുആ ചെയ്താൻ പറഞ്ഞ കാര്യമായിരിക്കും. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോഴും അവിടെ വീക്ക് ആയിട്ട് പോയിട്ടുണ്ടാവുക നിങ്ങളുടെ ദുആയുടെ പവർ ആയിരിക്കും. അപ്പൊ സ്റ്റിൽ ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യം, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ, നിങ്ങളുടെ നാവിന്റെ, അതായത് നമ്മുടെ വാക്കിന്റെ, അള്ള പറയാറുണ്ടല്ലോ ശാപവാക്കുകൾ ഉച്ചരിക്കരുത്, ഒന്നല്ലെങ്കിൽ നല്ലത് പറയാം അല്ലെങ്കിൽ മിണ്ടാതിരിക്കാനല്ല പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ മോശം സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 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 നമ്മുടെ ലൈഫിലോട്ട് ഈ പറയുന്ന നെഗറ്റീവ്സ് കയറി വരിക തന്നെ ചെയ്യും. നമ്മൾ കൊടുക്കുന്നതിന്റെ റിഫ്ലക്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എല്ലാവരും എന്താ പറയാ, ഒരു മിററിലോട്ട് ടോർച്ച് അടിക്കുന്നത് പോലെയാണ്. നമ്മുടെ നാവിൽ നിന്ന് നമ്മൾ എന്താണോ പുറത്തോട്ട് കൊടുക്കുന്നത് അതിന്റെ റിഫ്ലക്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മള് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരൊക്കെ അങ്ങനെയാണ്, നമ്മുടെ ചുറ്റൂടെ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഭയങ്കര പൊട്ടയായിക്കോട്ടെ, പക്ഷെ നമ്മൾ നല്ലതാണെങ്കിൽ നമ്മളിലോട്ട് വരുന്നതും നല്ലത് തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷ, ആ ഒരു നല്ലത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദുആ. ഏതൊരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴും പോസിറ്റീവായിട്ട് എന്തൊക്കെ അവിടെ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള ചിന്തകള്, നമ്മുടെ ചിന്തകൾക്ക് ഭയങ്കര വലിയ ശക്തിയുണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ തന്നെ അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തുതരാം. എന്റെ ഉപ്പാക്ക് ക്യാൻസർ ആയിരുന്നു. ഞാനൊരു 1 ഇയറോളം ക്യാൻസർ വാർഡിൽ തന്നെ ചുറ്റിപ്പറ്റി നടന്നിട്ടുള്ള ഒരാളാണ്. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, ഒരു 2-3 ദിവസം വീട്ടിലോട്ട് വരും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഹോസ്പിറ്റലിൽ ഉപ്പാടെ കൂടെ പോയിട്ട് അഡ്മിറ്റ് ആവും. അങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ കിടന്ന് ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പം ഞാനൊരു ഇത്താത്താനെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ കറക്റ്റ് വർഷങ്ങളുടെ മുന്നുള്ള കാര്യം ആയത് കാരണം കൊണ്ട് ചിലപ്പം ഇൻസിഡന്റിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അവർ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ആയിരിക്കില്ല കേട്ടോ ഞാൻ പറയുന്നുണ്ടാവുക, ഒരുപാട് വർഷം മുന്നേ ഉള്ള കാര്യമാണ്. പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, സ്റ്റിൽ ഞെട്ടിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഇത്താത്താക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അവർക്ക് 2 കുട്ടികൾ ഉണ്ടായിരുന്നു. ഒരു കുട്ടി തീരെ ചെറുതാണ്. ഓക്കെ, തീരെ ചെറുതെന്ന് പറഞ്ഞാൽ ഫീഡ് ചെയ്യുന്ന സമയത്താണ് ആ ഇത്താത്താക്ക് ബ്ലഡ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ വലിയ വാർഡാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ക്യാൻസർ വാർഡ് വിസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, അത്യാവശ്യം നല്ല വലിയ വാർഡായിരുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നിരന്ന് ഈ വാർഡ് നിറയെ ക്യാൻസർ പേഷ്യൻസ് കിടക്കണം. പലരും കീമോ ചെയ്ത് കിടക്കുന്നവര്, പലരും ഓപ്പറേഷൻ കഴിഞ്ഞവര്, പലര് റേഡിയേഷൻ കഴിഞ്ഞവര്. കാണുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം പേടിയാവും. ചിലപ്പോൾ അത്രയും വിരൂപരായിട്ടുള്ള ആളുകളെയൊക്കെ മുന്നേ ക്യാൻസർ വന്നിട്ടുള്ള ഒരു പേഷ്യന്റിനെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു മൊമെന്റിലായിരിക്കും ഞെട്ടിപ്പോവുക. അത്രയും വിരൂപരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇത്രയേറെ ടോൺ ചെയ്ത് നിർത്തുന്ന നമ്മുടെ ബോഡി അത്രയേറെ ഒരു മോശം അവസ്ഥയിൽ എത്തിയിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും? നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റൂല അല്ലെ? നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്, നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മുടെ മാക്സിമം നമ്മൾ നമ്മളതിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മുടെ മുഖത്തൊരു പിമ്പിൾ വന്നാൽ പോലും നമ്മൾ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ളത് നമ്മുടെ ശരീരം അത്രയേറെ ഒരു വിരൂപമായ അവസ്ഥയിൽ നമുക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? പക്ഷെ ആ ഇത്താത്ത, ഞാൻ പോയ സമയത്ത് അവരോട് നമ്മളിങ്ങനെ ഇന്നത്തെ പോലെ തന്നെ എനിക്കിങ്ങനെ ചുമ്മാതിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഒരു ബെഡ് കഴിഞ്ഞ് അടുത്ത ബെഡ് അങ്ങനെ പോയി ഇങ്ങനെ സംസാരിച്ച് ഇവരുടെ അടുത്ത് ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ഇത്താത്തന്റെ അടുത്ത് പറഞ്ഞത് അവരുടെ ലാസ്റ്റ് കീമോക്കാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ലാസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ്, ലാസ്റ്റ് ടൈം എടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. ആ ഒരു അഡ്മിഷനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഈ ഒരു റുട്ടീൻ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോയാൽ മതി. അവര് ഇവിടെ വന്ന് അഡ്മിറ്റ് ആയി ഡോക്ടറിനെ കാണിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരൊരിക്കലും സർവൈവ് ചെയ്യില്ല എന്നായിരുന്നു. ഇവർക്ക് ഒരിക്കലും ഈ ഒരു ക്യാൻസറിനെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ക്യാൻസറുടെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇവരെന്നാണ് പറഞ്ഞത്. കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നു, അതിന്റെ ഇടയിൽ പ്രഗ്നൻസി, ഇതൊക്കെ പാടെ കഴിഞ്ഞു വന്നപ്പോഴേക്കും ഇവരുടെ ശരീരത്തിലുള്ള പ്രയാസങ്ങൾ ഇവർ കണ്ടിട്ടില്ല, ഇവർ അറിഞ്ഞില്ല. അറിയാതിരിക്കാനുള്ള കാരണം ചിലപ്പോൾ പ്രസവാനന്തരമുള്ള ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ കരുതിയിട്ടായിരിക്കാം അവർ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഇത്താത്ത ലൈഫിലോട്ട് വരാനുണ്ടായിരുന്ന ഒരൊറ്റ കാരണം എന്താ വെച്ചാൽ അവര് റിപ്പീറ്റ് ചെയ്ത് അവരുടെ മനസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന അഫർമേഷൻ എന്താന്ന് വെച്ചാല്, എന്റെ കുട്ടീനെ 2 പേരെയും ഞാൻ ഒരുക്കിയിട്ട്, ഇതായത് ഈ ചെറിയ പാല് കുടിക്കുന്ന കുട്ടീനെ ഒരുക്കിയിട്ട് സ്കൂളിലോട്ട് മൂത്ത കുട്ടിയുടെ കയ്യും പിടിച്ച് പറഞ്ഞയക്കുന്നത് ഞാൻ ചിന്തയിൽ കൊണ്ടുവരാറുണ്ട് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അന്ന് എനിക്ക് ഈ പറയുന്ന അഫർമേഷന്റെ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഇതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ആ ഇത്താത്ത അള്ളഹാനോട് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കാഴ്ച എന്നെ നീ കാണിച്ചു തരണേന്ന് മാത്രമായിരുന്നു.
അവരതിനു വേണ്ടി അതിയായി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിയായി ആഗ്രഹിച്ചിട്ട് നമ്മൾ അള്ളഹാനോട് ദുആ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഹൈറായതാണെങ്കിൽ തീർച്ചയായിട്ടും പടച്ചോൻ നമുക്ക് തരും. ഡെഫിനിറ്റ്ലി. അതിന് പൈലോ കൊയ്ലോ പറഞ്ഞൊരു എന്താ പറയാ, നമ്മള് ഒരു കോട്ട് ഉണ്ട് അല്ലെ, നമ്മൾ പലപ്പോഴും സിനിമയിലും ബാക്കിയുള്ളിടത്തൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ലോകം തന്നെ, പ്രപഞ്ചം തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുക. പക്ഷെ അള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുന്ന ഒരു കാര്യം, ഒരു കാര്യം ഇല്ലാഞ്ഞിട്ട് അള്ള നമ്മുടെ ദുആ തടുക്കില്ല എന്ന് അള്ള പറഞ്ഞതാ. അതിൽ നമുക്ക് ഹയറുള്ള ഒരു ദുആ ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണമില്ലാതെ നമ്മളെ ശിക്ഷിക്കാൻ അള്ളാഹ്ക്ക് ഒരു ഉദ്ദേശമില്ല. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം നമ്മളിലോട്ട് എത്തിപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ അതിനെ അത്രമാത്രം ആർത്തിയോടെ അല്ലെങ്കിൽ അത്രമാത്രം ഡീപ്പായിട്ട് റബ്ബിനോട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് നമുക്ക് വേറൊരു കോയിൻസിഡൻസ്, നിങ്ങൾക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോയിൻസിഡൻസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ നിങ്ങളുടെ പാരന്റിനെ വിളിക്കണം എന്ന് ആഗ്രഹിച്ചോണ്ട്, ഞാൻ പാരന്റിന്റെ കാര്യം പറയുന്നത് ഏറ്റവും കൂടുതൽ ഇത് കണക്ട് ആവുന്നത് ഉമ്മമാർക്ക് അല്ലെങ്കിൽ ഉപ്പമാർക്കൊക്കെ ആയിരിക്കും നമ്മുടെ കാര്യങ്ങൾ. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരല്ലേ മെജോറിറ്റി ആൾക്കാർ ഗ്രൂപ്പിനകത്തുള്ളത്. ഇപ്പൊ നമ്മുടെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്, നമുക്ക് ഭയങ്കരമായിട്ടൊരു പ്രയാസമുണ്ട്, ചുമ്മാതെങ്കിലും നമ്മുടെ ഉമ്മയുടെ ഒരു കോള് വരും, അല്ലെങ്കിൽ ചുമ്മാതെങ്കിലും നമ്മുടെ ഉപ്പാടെ ഒരു കോള് വരും. ഇനിയിപ്പോ നമ്മള് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളുടെ കോള് നമ്മൾ ഓർക്കാതിരിക്കുന്ന സമയത്ത് വരും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്, നിങ്ങളുടെ ഹസ്ബൻഡോ ആരെങ്കിലും ഒക്കെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ആള് വരുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുന്നേ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ ആളെ കുറിച്ച് ഒന്ന് ആലോചിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ആളിനെ കുറിച്ച് മക്കളോട് സംസാരിക്കുക, അല്ലെങ്കിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, എന്നിട്ടായിരിക്കും ആള് വന്നിട്ടുണ്ടാവുക. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? എനിബഡി? ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാര് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് തോന്നിയത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ അവിടെ പ്രയാസത്തിലാണ്? നമ്മൾ വിളിക്കുന്ന സമയത്ത് പലപ്പോഴും പലരും പറയാറുണ്ട് അല്ലെ, ഇപ്പൊ എന്റെ അടുത്ത് എനിക്ക് പേഴ്സണലി എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. ഞാൻ റബ്ബിനോട് ദുആ ചെയ്ത് നിൽക്കുക, അതായത് പെട്ട് കിടന്നു എന്നുള്ള ഒരു അവസ്ഥയിൽ ഞാൻ പെട്ട് കിടന്നിട്ട് ഞാൻ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടച്ചോനെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോൾ അപ്പോഴും എന്റെ മനസ്സിന്റെ ഉള്ളില് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്, ഇൻഷാ അള്ളാ അള്ളാ എന്തായാലും കൈവിടില്ല, ഞാൻ പറഞ്ഞ സമയത്ത് ആ ഒരു കാര്യം നടന്നിരിക്കും. ഞാൻ എന്റെ മനസ്സിൽ ആ ഒരു കോൺഫിഡൻസോട് കൂടെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുലോട്ട് അള്ള പറഞ്ഞൊരു കാര്യമാണ് അല്ലെ, നമ്മളൊരു പ്രയാസ ഘട്ടത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആരാണോ ഹസ്ബുനല്ലാഹ് എന്ന് പറയുന്നത് അയാൾക്ക് ആ കാര്യം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുന്നതാണ്. അള്ളാഹുലോട്ട് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് ഭാരമേൽപ്പിക്കുക. നമ്മൾ ഇനിയും ശീലിക്കാത്തൊരു കാര്യമാണ് പൂർണ്ണമായി റബ്ബിലോട്ട് ഭാരമേൽപ്പിക്കുക എന്നുള്ളത്. നമുക്ക് ശീലമല്ല അത്. എനിക്ക് എന്റെ സിറ്റുവേഷനിൽ ഞാൻ അള്ളാഹുലോട്ട് ആ ഒരു ശീലം എന്റെ ലൈഫിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ പ്രയാസങ്ങൾ ഇഷ്ടംപോലെ തവണ ഞാൻ പ്രയാസങ്ങൾ ചാടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു സുഹൃത്തിനെ പോലെ, ഒരു കൂടപ്പറപ്പിനെ പോലെ, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ അള്ളാന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത, ഇവൻ ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്ത പലയിടത്തുനിന്ന് എനിക്ക് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. സ്റ്റിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓരോ നിസ്കാരത്തിലും അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒറ്റപ്പെട്ട് പോയിട്ടില്ല എന്നുള്ളത് അള്ളാന്റെ കഴിവാണ്. കാരണം ഇന്ന് എന്നെ സഹായിച്ച ആൾക്കാർ നാളെ വന്നിട്ട് എന്നെ സഹായിച്ചോളണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ അപ്പോഴും അള്ള അവിടെ ഉണ്ട്, എനിക്ക് ആ ഒരു ഹെൽപ്പ് റബ്ബിന്റെ അടുത്ത് കിട്ടും എന്നുള്ള ഒരു ട്രസ്റ്റ്, ആ ഒരു ട്രസ്റ്റ് ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മൾ ഇനി ശീലിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഒരിക്കലും നെഗറ്റീവിലോട്ട് തള്ളിവിടാതിരിക്കുക. നമ്മുടെ നാക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കേട്ടോ ഷൗട്ട് ചെയ്യുന്ന സമയത്ത്, എനിക്കൊക്കെ മുന്നേ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ കുട്ടി പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്നെ കൊണ്ട് എന്തിനാ പറ്റുക, അത് ഒരു കാരണവശാലും നമ്മൾ നിങ്ങളുടെ മക്കളോട് ചോദിക്കരുത് എന്നെ കൊണ്ട് എന്തിനാ പറ്റുക. ഇനിയിപ്പോ എത്ര പഠിച്ചാലും എനക്ക് 1 മാർക്ക് 2 മാർക്ക് അതിന്റെ മേലെ കിട്ടൂലല്ലോ അല്ലെ, നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലെ. ഇനിയിപ്പോ എങ്ങനെ കുത്തിരുന്ന് പഠിക്കാൻ നോക്കിയാലും തോറ്റിട്ടല്ലേ വരാൻ പോകുന്നേ. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ നമ്മുടെ മക്കളോട് നെഗറ്റീവ് പറയുന്ന കുറേ പാരന്റ്സ് ഉണ്ടായിരിക്കും. നിർത്തുക. നമ്മൾ കൂടുതൽ പഠിച്ച് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾക്ക് മാറ്റം ഉണ്ടാവണം. നമ്മളിലുള്ള മാറ്റമാണ് മറ്റുള്ളവരിലോട്ട് റിഫ്ലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ 500 റുപ്പീസ് അടച്ച് മാസം ലൈവായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് ഇതൊക്കെ വന്നിട്ട് നിങ്ങളുടെ ഒരാളുടെ ലൈഫ് ഇങ്ങോട്ട് കളർഫുൾ ആക്കി എടുത്താൽ മാത്രം പോരാ. നിങ്ങളുടെ ചുറ്റോടും നിൽക്കുന്ന ആളുകൾ എല്ലാവരും നിങ്ങളുടെ ആ ഒരു പ്രകാശം അവർക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റണം. അതേപോലെ ഈ ഇടയ്ക്ക് എപ്പോഴോ ഹനി പറയണ്ടായി, ഹനി തന്നെയാണ് തോന്നുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്, മക്കള് പറയുന്നുണ്ട് എനിക്ക് എന്റെ മാറ്റം മനസ്സിലായിട്ടുണ്ടായില്ല, പക്ഷെ മക്കള് പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര മാറ്റം ഉണ്ട് എന്ന്. അൽഹംദുലില്ലാ, ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന്. അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹനിയാണ് പറഞ്ഞത്. വേറെ
അതേപോലെ ആയിഷ പറയണ്ടായി, എന്റെ മോൾക്ക് ഭയങ്കര മടിയായിരുന്നു നിസ്കരിക്കാന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അൽഹംദുലില്ലാ ഓളിപ്പം എന്റെ കൂടെ കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്. അതേപോലെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള വേറൊരു ആരായിരുന്നു, ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ കുട്ടിക്ക് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ്, ഫെബിനെ തോന്നുന്നു കേട്ടോ, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന കണ്ടിട്ട് എന്റെ കുട്ടിയും കൂടെ, ഫെബിയാണോ പറഞ്ഞത്, എന്റെ കുട്ടിയും കൂടെ എന്റെ കൂടെ ഇരുന്നിട്ട് എന്റെ കൂടെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നുണ്ട് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചേഞ്ച് ആവുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും ഏറ്റവും വലിയ റിഫ്ലക്ഷൻ നമ്മൾ എന്താ പറയുന്നത്, നമ്മളിലോട്ട് വരുന്നത് നമ്മൾ മിററിലോട്ട് ടോർച്ച് അടിക്കുന്നത് പോലെ ആയിരിക്കണം. നമ്മളിലുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റൂടുള്ള ആളുകൾക്ക് അതേപോലെ വെളിച്ചം കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള പാത്തിലോട്ട് എൻ്റർ ആയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, നമ്മൾക്ക് മനസ്സിലാവണല്ലേ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത്. അത് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റൂടുള്ള ആളുകളുടെ ജീവിതം നോക്കിയാൽ മതി നിങ്ങൾ. അപ്പം അവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് നമ്മളാണ് വീടിന്റെ സെന്റർ, നമ്മളാണ് വീട്ടിലെ റാണി. നമ്മുടെ ഗ്രൂപ്പിന്റെ പേരെന്താ, റബ്ബത്തുൽ ബൈത്ത് അല്ലെ, നമ്മളാണ് വീടിന്റെ റാണികൾ. അപ്പൊ റാണിക്ക് മാറ്റം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രജകൾക്ക് മാറ്റമുണ്ട്. സുബ്ഹാനല്ലാഹ്. അതായത് ഇപ്പം എന്റെ വീട്ടിലുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞാല് ഞാനൊരു കാര്യം എന്റെ ലൈഫിൽ ചേഞ്ച് ആയി കഴിഞ്ഞപ്പം അൽഹംദുലില്ലാ ഇവിടെ എന്റെ മക്കൾ പോലും നമസ്കാരം പോലും കള ഇല്ലാതെ നിസ്കരിക്കുന്ന, ഹസ്ബൻഡ് ഒരുപാട് ദീനിയായ കാര്യങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഇവിടെ എന്റെ കുഞ്ഞു മക്കൾ പോലും സ്കൂളിൽ പോയിട്ട് ഒത്തിരി പേരെ അവരെ കൊണ്ട് കഴിയുന്ന പോലെ ഹെൽപ്പ് ചെയ്യുന്നു, എന്നിട്ട് അത് എന്റെ അടുത്ത് വന്ന് പറയുന്നു. അങ്ങനെ കുറേ 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 ചേഞ്ചസ് എന്റെ ലൈഫിൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പം അൽഹംദുലില്ലാ അതൊരു അവസരം മാത്രമാണ് കേട്ടോ, റബ്ബ് നമുക്ക് തരുന്ന വെറും വെറും ഒരു അവസരം മാത്രം. ഓക്കെ, നിനക്ക് ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയണേ എനിക്കൊരു പ്രയാസം ഉണ്ട്, നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ നിങ്ങൾ ഉടനെ പറയാ അൽഹംദുലില്ലാ. കാരണം ആ ഒരു ഓപ്പർച്യൂണിറ്റി അള്ള നിങ്ങൾക്ക് തന്നതാണ്. അയാളെ സഹായിക്കാൻ അള്ള ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പലയിടത്തുനിന്നും അയാൾക്ക് ഹെൽപ്പ് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് അയാളെ സഹായിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അള്ള തന്നതാണ്. എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുക, കഴിയുമെങ്കിൽ കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമ്മുടെ ചുറ്റോടുമുള്ള ആളുകളിൽ എന്തുമാത്രം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണാം. ഓരോ തവണയും നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ ഗ്രേറ്റ്ഫുൾനെസ് കൊണ്ട് നിറയ്ക്കുക, ഹംദ് പറഞ്ഞ് നിറയ്ക്കുക. ചിലർക്ക് ഹംദ് എഴുതുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ മടി വേറൊന്നുമില്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ കോമ്പീറ്റ് ചെയ്യുക, മത്സരിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു ആഴ്ച ഞാൻ എഴുതിയ ഹംദിന്റെ ഇരട്ടി അടുത്ത ആഴ്ച എഴുതും, അല്ലെങ്കിൽ അതിന്റെ പിറ്റത്തെ ആഴ്ച എഴുതും. നിങ്ങൾ എത്ര മാത്രം അത് ഹംദ് എഴുതുക എന്ന് പറയുമ്പോൾ ചുമ്മാ ഞാൻ എഴുതണ്ടേ എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ എന്നാ പടച്ചോനെ എനിക്കിത് തന്നതിന് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അങ്ങനെ ഉരുട്ടി ഉരുട്ടി എഴുതുന്നതിന് പകരം മനസ്സറിഞ്ഞ് റബ്ബിനോട് അത് എടുത്ത് പറഞ്ഞ് ഹംദ് എഴുതാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് ഹംദ് പറഞ്ഞ ശേഷം നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ഉള്ളു തുറന്ന് ദുആ ചെയ്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് നിങ്ങൾ തന്നെ പറഞ്ഞു വെക്കണം. അതായത് നിങ്ങളോട് നിങ്ങൾ പറയാ, നിങ്ങളോട് നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ തന്നെ നിങ്ങളോട് പറയാ ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ തെറ്റായ കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല. ഇൻഷാ അള്ളാ, അള്ളാഹുവെ നീ എന്നെ സഹായിക്കണമേ, ഇൻഷാ അള്ളാ എനിക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റും, ഞാൻ ആ ഒരു കാര്യം ഇൻഷാ അള്ളാ നേടുക തന്നെ ചെയ്യും, അള്ളാഹുവെ നീ എന്നെ സഹായിക്കണേ എന്നുള്ള കാര്യം ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ കിടക്കുക. ഒരു 1 month 28 days നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ഹയറാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ ചേഞ്ചസ് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് തന്നെയാണ് സയൻസും പറയുന്നത്, ഇത് തന്നെയാണ് അള്ളയും പറഞ്ഞത്. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ, റിപ്പീറ്റ് ചെയ്ത് നന്മ ചിന്തിക്കാൻ, റിപ്പീറ്റ് ചെയ്ത് നന്മ പ്രവർത്തിക്കാൻ, ഇത് തന്നെയാണ് അള്ള പറഞ്ഞത്. പക്ഷെ സയൻസിന്റെ കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ സൈക്കോളജിയുടെ കോൺസെപ്റ്റിൽ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ആ ഒരു പരിമിതിക്കുള്ളിൽ സ്റ്റക്കായിട്ട് പോവാണ്. അതായത് ഇതാണ് സയൻസ്, ഇതൊരിക്കലും തെറ്റില്ല. ഓക്കെ, അപ്പൊ പാരലൽ ലൈഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും ഈ 12-30 മരണം കാത്തു കിടക്കുന്ന ആൾക്കാരാണ്. എന്റെ ലൈഫിൽ നിന്ന് എനിക്കിതൊരു പേടിയാണ്, ഈ പേടിയിൽ നിന്ന് എനിക്ക് പുറത്തു പോകാനായിട്ട് പറ്റൂല. അപ്പൊ ഈ ഒരു പേടിനെ പുറത്ത് കടക്കണം, ഞാൻ വിചാരിച്ച എനിക്കിതൊന്ന് എന്നേക്കുമായിട്ട് പുറത്ത് കടക്കാൻ പറ്റും എന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. നമ്മളവിടെ ചിന്തിക്കുന്നത് എന്താണ്, അയ്യോ അവര് വരുന്നുണ്ട്, അപ്പൊ ഇന്നത്തെ ദിവസം എനിക്ക് ഈ പേടിയിൽ നിന്ന് ഒഴിവാവണം, അപ്പൊ ഞാൻ ആരെ വിളിക്കണം, അപ്പൊ ഓക്കെ ഐഷാനെ വിളിക്കാം, ഐഷ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നോട് പറയുന്നു, അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു ഓക്കെ നിങ്ങൾ ദുആ ചെയ്തിട്ട് അത് പോയി ഫേസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഓക്കെ നിങ്ങൾ ദുആ ചെയ്ത് ഞാൻ പറഞ്ഞതല്ലേ പോയി ഫേസ് ചെയ്യുന്നു, ആൻഡ് നിങ്ങൾക്ക് സമാധാനമായി. പിന്നെ അടുത്ത ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത് വരെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. അടുത്ത പേടി വരുന്ന സംഭവം സംഭവിക്കുമ്പോൾ വീണ്ടും പാനിക്കായി. അപ്പൊ എന്ത് ചെയ്യും, വീണ്ടും എന്നെ വിളിക്കും, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി വേറെ ആരെങ്കിലും വിളിക്കും. ഇനി അതല്ലെങ്കിൽ ഇതേ പേടി കൊണ്ട് നിങ്ങൾ പിടിച്ചു നിൽക്കും.
അല്ലെങ്കിൽ ഇതേ പേടിയും വെപ്രാളം നിങ്ങളുടെ ലൈഫിലുടനീളം നിങ്ങൾ കൊണ്ടടക്കും. എന്നിട്ട് ആ സിറ്റുവേഷൻ വരുമ്പോൾ കടന്ന് കൈകാലിട്ട് അടയ്ക്കുന്നല്ലാണ്ട് പെർമനന്റ് സൊല്യൂഷൻ നിങ്ങൾ ഒരിക്കലും അതിനെ തേടി പോകില്ല എന്നുള്ളതാണ്. നമുക്ക് വേണ്ടത് പെർമനന്റ് സൊല്യൂഷൻസ് ആണ്. ആ പെർമനന്റ് സൊല്യൂഷൻ അള്ള തരാന്ന് പറഞ്ഞതാണ്. അത് മനസ്സിന്റെ ഷിഫ ആയിക്കോട്ടെ, ശരീരത്തിന്റെ ഷിഫ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള പ്രയാസങ്ങളിൽ നിന്നായിക്കോട്ടെ, ഇതെല്ലാം അള്ളയാണ് നമ്മൾ ഔട്ടാക്കി തരാന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളെ ട്രസ്റ്റ് എല്ലാം, എവറിത്തിങ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ അവർ ട്രസ്റ്റ്. നമ്മുടെ ട്രസ്റ്റിൽ മാത്രമാണ് എല്ലാ കാര്യവും നടക്കുള്ളൂ. നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് നിങ്ങളെ എത്ര വിശ്വാസം ഉണ്ടെന്നുള്ളത്. അള്ളാഹ് ഇത്രയേറെ പവർഫുൾ മൈൻഡ് നമുക്ക് തന്നിട്ട് നമ്മളതിനെ സൃഷ്ടിച്ച് ദുനിയാവിലോട്ട് വിട്ടത് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. എത്രയോ ആളുകൾ അല്ലെ, സയന്റിസ്റ്റുകൾ റിസർച്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി, മൈൻഡ് ഉപയോഗപ്പെടുത്തി കണ്ടുപിടിച്ച് ഇപ്പൊ ലോകം തന്നെ നമ്മുടെ ചിന്തകളെ വരെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലോട്ട് ലോകം മാറി. പക്ഷെ നമ്മളിപ്പോഴും നമ്മളുടേതായിട്ടുള്ള കുഞ്ഞി പ്രശ്നങ്ങളിൽ സ്റ്റക്കായി കിടക്കുകയാണ്. ഈ കുഞ്ഞി പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തോട്ട് വരാൻ നമ്മൾ നമ്മളേനെ ട്രസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മളെ വിശ്വസിക്കുക. നമ്മുടെ ക്രിയേറ്റർ എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവണം. അള്ളാഹ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് പോയിട്ട് മാത്രം ഒന്ന് മനസ്സറിഞ്ഞ് സുജൂദ് ചെയ്യേണ്ടുന്ന ഒരു സംഭവമേ അല്ല. നമ്മൾ ഏതൊരു സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പൊ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് വളരെ ഏറ്റവും കുറവായിട്ട് ഏറ്റവും ഇങ്ങനെ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കില്ല. രാവിലെ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോയിരിക്കുമ്പോൾ ഇത്തിരി പ്രയാസം വരുന്നുണ്ടെങ്കിൽ അപ്പൊ പോലും നിങ്ങൾക്ക് റബ്ബിനോട് ദുആ ചെയ്യാന്നാണ്. പടച്ചോനെ എനിക്ക് എളുപ്പാക്കി തരണേന്ന് നിങ്ങൾക്ക് ദുആ ചെയ്യാം. അവിടെ വരെ നമ്മൾ ആലോചിക്കാം. പിന്നെ എവിടെയാണ് നമുക്ക് അള്ളാഹിനെ കുറിച്ച് ആലോചിക്കാൻ പ്രയാസം വരുന്നത്? എവിടെയാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ അള്ളാഹിന്റെ കാര്യത്തിൽ വിശ്വാസം പാളിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളേനെ ട്രസ്റ്റ് ചെയ്ത് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്? നമ്മളിപ്പോഴും മറ്റു പലരേനും ആലോചിച്ചിട്ട് അവരാണ് നമ്മുടെ ജീവിതം റൂൾ ചെയ്യുന്നത്. ആരോ ആണ് നമ്മളുടെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ നമ്മുടെ അടുത്ത് ആരോ ആണ് പറയുന്നത്. എടി നീ ആ കാര്യമൊന്നും നീ പഠിക്കണ്ടേ, നിന്നെ കൊണ്ട് അത് പഠിച്ചിട്ടൊന്നും ശരിയാക്കാൻ പറ്റൂല, അല്ലെങ്കിൽ നീ ഇപ്പോഴാണോ അതൊക്കെ പഠിക്കാൻ പോകുന്നത്, നിനക്ക് ഏജ് ഓവർ. ആര് പറഞ്ഞ് ഈ രണ്ട് കുട്ടികൾ ഇത്ര വലുതായിട്ടാണോ നീ പഠിക്കണമെന്ന് വിചാരിക്കുന്നത്, നീ പഠിക്കണ്ട, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ചാട്ടവാറ് വെട്ടി തല്ലണം നിങ്ങളെ അത് കേൾക്കാൻ നിൽക്കണേന്. വേണ്ടല്ലോ. അള്ള പറഞ്ഞത് എന്താ? നാളെ ലോകം ഉണ്ടെങ്കിൽ പോലും ഇന്നൊരു മരം നടാൻ നമ്മളെ പഠിക്കരുതെന്നാണ്. അത് എല്ലാ കാര്യത്തിലും ബാധകമാണ്. നാളെ ലോകം അവസാനിക്കുന്നെങ്കിൽ അവസാനിച്ചോട്ടെ, നിങ്ങൾക്ക് ഇന്ന് പഠിക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പഠിച്ചേക്കുക. നിങ്ങളുടെ ലൈഫാണ് അത്. നിങ്ങൾക്ക് എന്ത് രീതിയിൽ ഹയർ ആയ എന്തും നേടാൻ കഴിവ് റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ വേണ്ട പോലെ യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ് ഞാൻ വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിക്കണോ? ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. ഫെബിന, നീന്റെ തന്നെ തുടങ്ങട്ടെ. ഫബി അവിടെ ഉണ്ടാ? ആ ഉറങ്ങിയാ? ഉണ്ട്. ഇല്ലില്ല. എന്താ മോളെ ക്ലാസ്സിന്റെ അവസ്ഥ? എല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ജീവിതമായിട്ട്. പിന്നെ നല്ല ക്ലാസ് തന്നെ. ഓക്കെ. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പൊ ഇനി കുറച്ചും കൂടെ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ അടുത്ത ആളോട് ചോദിക്കാം. റഹ്മാബിത്ത, ക്ലാസ്സിൽ നിന്ന് എന്താ ആ മനസ്സിലായത്? അതെ, ഞാൻ ക്ലാസ്സിന്റെ റിവ്യൂ ചോദിക്കുമ്പോഴേ ക്ലാസ് നല്ലതായിരുന്നു, സൂപ്പർ ആയിരുന്നു എന്നുള്ള അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് മാറ്റം വരുത്താൻ കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്ന് അറിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും കൂടെ ഉപയോഗമാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫീഡ്ബാക്ക് ചോദിക്കുന്നത്. അല്ലാണ്ട് ക്ലാസ് സൂപ്പർ ആയിരുന്നു, നല്ലതായിരുന്നു എന്ന് കേൾക്കാനല്ല. ഓക്കെ, ഓക്കെ. പറഞ്ഞോളെ. ക്ലാസ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നമുക്ക് എന്താ പ്രോബ്ലംസ് വരികയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ എന്താണ് അള്ളാഹ്ക്ക് തവക്കൽ ചെയ്യുക. ആ ഒരു എന്താ പറയാ, ആ ഒരു നിമിഷത്ത് മാത്രമുള്ളതല്ല, എന്നേക്കും അത് എന്താ പറയാ എല്ലാം അള്ളാഹിൽ അർപ്പിച്ചിട്ട് നമ്മള് അവിടെയാണ് ലാസ്റ്റ് സൊല്യൂഷൻ എന്നുള്ള ആ രീതിയിൽ നമ്മള് അങ്ങോട്ട് അർപ്പിക്കുക. പിന്നെ എന്താ പറയാ, മറ്റുള്ളവരെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനെ ഫേസ് ചെയ്തിട്ട് തന്നെ എന്താ പറയാ അത് സോൾവ് ചെയ്യാൻ നോക്കുക. മറ്റുള്ളവരെന്തോ പറഞ്ഞോട്ടെ, എന്തെങ്കിലും ഒരു പോസിറ്റീവ് നമുക്ക് അത് കണ്ടെത്തിയിട്ടുണ്ടാവും. ഇപ്പൊ ഞാനും അതന്നെയാണ് കരുതുന്നത്. എന്താ പറയാ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും അതൊക്കെ പഠിച്ചോ എന്തെങ്കിലും ഹയർ കണ്ടിട്ടുണ്ടായിരിക്കും എന്നുള്ള ഒരു ഇതാണുള്ളത്. പിന്നെ എന്താ വെച്ചാൽ ചില ടൈമില് അങ്ങനത്തെ ഒരു ചിന്ത വരുന്നില്ല. അതാണ് പ്രശ്നം വരിക.
നമ്മളങ്ങനെ എന്താ പറയാ. ശീലം അതിനാണ് നമുക്ക് വേണ്ടത്, ശീലം. ആ അതായത് ആ ആ ഒരു ആ സിറ്റുവേഷൻ വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ് അടുത്ത ആ ടെൻഷൻ അതന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആ അത് ആ ഒരു നോർമൽ സിറ്റുവേഷൻ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ നമ്മളത് ശീലാക്കി മാറ്റുക എന്നുള്ളതാണ് കാര്യം. നോർമൽ നമ്മൾ ഫേസ് ചെയ്ത് നമ്മൾ അതിനെ കണ്ടുപോയിട്ട് ശീലാക്കി എടുക്കുക. നോർമലായിട്ട് നമ്മൾ അങ്ങനെ പോയോണ്ടിരിക്കുമ്പോ കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വരിക, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന ടൈമിൽ അന്നേരം കുറെ ടെൻഷൻ അടിക്കുകയാണ്. പിന്നെ ആ ഒന്നാമത്തെ ടെൻഷൻ അവിടെ കാര്യം, കുറെ നമ്മുടെ സമയം ജീവിതം എടുക്കും. എന്ന് പറയുന്നത്, ഓക്കെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും കുറെ ഡോട്ടുകൾ ഉണ്ടല്ലോ. അതായത് ഒരു ഒരു ബുക്കിനകത്ത് കുറെ, നമ്മൾ കുഞ്ഞുനാളിലേക്ക് കണ്ടിട്ടില്ലേ, ഡോട്ട്സ് ഫില്ല് ചെയ്യുന്ന കുത്തുകൾ ഇങ്ങനെ കൂട്ടി കൂട്ടി യോജിപ്പിക്കുമ്പോൾ അത് കുത്തുകളാണ്. നമ്മുടെ മുന്നിൽ വരുന്ന കുറെ സാഹചര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ, എന്താ പറയാ, പലതരം കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരൂലേ. ചില സിറ്റുവേഷൻസ് ആയിരിക്കും, ചില ആളുകളായിരിക്കും, ചില ബുക്സ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന വല്ല സുഹൃത്തുക്കളായിരിക്കും. ഇങ്ങനെ പലതും നിങ്ങളുടെ മുന്നിൽ വരും. ഇതൊക്കെ ഓരോ ഡോട്ടാണ്. ഈ ഡോട്ടുകളെല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് കുറച്ച് കാലം കഴിയും. അതിൽ നല്ല ഡോട്ട് ഉണ്ടാവും, മേലോട്ടുള്ള ഡോട്ട് ഉണ്ടാവും, കുത്തുണ്ടാവും, താഴോട്ടുള്ള കുത്തുണ്ടാവും. ഇതൊക്കെ നമ്മൾ ചേർത്ത് വരച്ച് 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 ഒരാവശ്യമില്ലാണ്ട് കുറെ കുത്തുകൾ വേറെയും കിടക്കുന്നുണ്ടാവില്ല, അപ്പുറം ഇപ്പുറം ചിന്നി ചെതറി ഒരു ഉപയോഗവും ഇല്ലാത്ത കുറെ കുത്തുകളും കിടക്കുന്നുണ്ടാവും. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള, നമ്മൾ കണക്ട് ചെയ്യുന്ന കുത്തുകളിലോട്ടൊക്കെ നമ്മൾ വരച്ച് 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 വരുമ്പോഴാണ് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള, ചിലപ്പോൾ വളരെ മനോഹരമായ ഒരു പൂവൊക്കെ ഈ കുത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് കാണും. അല്ലെങ്കിൽ നല്ല നല്ല ഭംഗിയുള്ള ഒരു പൂമ്പാറ്റ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വീടായിരിക്കും. ഇങ്ങനെ പല ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ കാണും. ഞാൻ പറഞ്ഞ ഡോട്ട് എന്ന സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ കുത്തിട്ടത് വേസ്റ്റ് ആയി പോകും. അപ്പം ആ ഒരു കുത്ത് നമ്മള് ബാലരമയിലും കുട്ടികളുടെ ബുക്കുകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കുത്തുന്നു 1 2 ഇങ്ങനെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിങ്ങനെ വരച്ച് 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 മുഴുവനായി വരുമ്പോ ഒരു മീനിങ്. അതേപോലെയാണ് നമ്മുടെ ലൈഫും. നമ്മുടെ ലൈഫിൽ മേലോട്ട് കുത്തുണ്ട്, താഴോട്ട് കുത്തുണ്ട്, അതുപോലെ നമ്മൾ കാണുന്ന ആളുകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, നല്ലത് വരും, ചീത്ത വരും. ഇതെല്ലാം ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. അല്ലെങ്കിൽ നമ്മൾ എന്തിനോ വേണ്ടി, എന്തിനോ തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ എന്തിനോ എവിടുന്നോ ജീവിക്കുന്നതാണ്. അള്ള നമുക്ക് തരുന്ന ഓരോ പ്രയാസങ്ങളും, ഓരോ പ്രതിസന്ധികളും, ഓരോ കുഞ്ഞു 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 വിഷമങ്ങളും അള്ള എന്തിനു തന്നു? അതൊന്നും നിങ്ങൾ ആലോചിക്കുക. അത് നമ്മൾ ആലോചിക്കണം. അള്ള എന്തിനാണ് എനിക്ക് ഇപ്പൊ ഞാന് എന്റെ ലൈഫിലെ ഹാർഡ് സിറ്റുവേഷനിലൂടെ ഞാൻ ജീവിച്ചു വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അള്ള എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ ആർക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ്? എന്തിനാണ് ഞാൻ ഇത്രയും താങ്ങാനാവാത്ത പ്രഷർ ഞാൻ അനുഭവിക്കുന്നത്? അങ്ങനെയൊക്കെയാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. സി, അൽഹംദുലില്ലാ, ഇപ്പൊ എനിക്കറിയാം ഞാൻ എന്തിനാണ് റബ്ബ് എന്നെ അത്രയേറെ പ്രയാസത്തിൽ കൂടെ കൊണ്ടുനടന്നത്. കാരണം അത്രയേറെ പ്രയാസത്തിലൂടെ എനിക്ക് ജീവിക്കാൻ, ഒരു മിനിറ്റ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ശ്വാസം എടുക്കുന്നതിന് എനിക്ക് അത്രയും ബുദ്ധിമുട്ടാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു മൊമെന്റിലൂടെ അള്ള എന്നെ കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് എനിക്കിപ്പോ ഒരു ആൻസർ ഉണ്ട്. അൽഹംദുലില്ലാ. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ആൻസേഴ്സ് ഉണ്ടാവും. നിങ്ങൾ എന്തിനാണ് ഈ ഒരു ഹാർഡ് സിറ്റുവേഷനിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത്രയേറെ സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു ജീവിതം പടച്ചവൻ നിങ്ങൾക്ക് തന്നത് എന്നുള്ളത് കുറേ കുത്തുകൾ നിങ്ങൾ മുട്ടിച്ച് 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 വരുമ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ആൻസർ കിട്ടും ഇൻഷാ അള്ളാ. അപ്പൊ ആ ഒരു ആൻസർ അതെന്താണ്, നമ്മൾ ഓരോ കുത്തും മുട്ടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കില്ലേ ഇത് ഏത് ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇതെന്താണ്, എന്തായിരിക്കും വരാൻ പോകുന്ന ചിത്രം, ചിലപ്പോൾ പൂവായിരിക്കുമോ, അല്ലെങ്കിൽ ഇനി ഫ്ലൈറ്റ് ആണോ, അങ്ങനെ പലതും നമ്മളിങ്ങനെ കുത്തുകൾ പൂരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലോട്ട് കയറി വരും അല്ലേ. അതേപോലെ നമ്മുടെ ലൈഫിൽ ഓരോ സംഭവം നടക്കുമ്പോഴും നമ്മൾ ചിന്തിക്കണം, ഇതെന്തിനാണ് എന്റെ ലൈഫിൽ സംഭവിക്കുന്നത്, ഇതുകൊണ്ട് എന്താണ് റബ്ബ് ഉദ്ദേശിക്കുന്നത്. അള്ളഹാനോട് കാവലിന് തേടണം, അള്ളഹാനോട് ദുആ ചെയ്യണം. അത് നമ്മുടെ ലൈഫിലോട്ട് ഒരു ശീലാക്കി കൊണ്ടുവരിക. എന്തൊരു പ്രയാസം വരുമ്പോഴും അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് റബ്ബിനോട് ചോദിക്കുന്ന ഒരു ശീലം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക. തുടർച്ചയായിട്ട് നമ്മൾ അതിനെ ശീലമാക്കി കൊണ്ടുവരുമ്പോൾ എല്ലാ പ്രയാസത്തെയും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങും. അതായത് എന്ത് പ്രയാസം വരുമ്പോഴും ഓക്കെ, ഇത് ഈ പ്രയാസമാണ്, ഇത് ഇത്ര സമയത്തേക്ക് ഉണ്ടാവുള്ളൂ, അള്ള തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത മൊമെന്റിൽ പോകും. അപ്പൊ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കടന്നു വരും. ഇത് തന്നെയാണ് ജീവിതം. ആ ഒരു രീതിയിലോട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ എടുക്കാനായിട്ട് തുടങ്ങും. പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാനായിട്ട് തുടങ്ങും. നമ്മൾ തന്നെ നമ്മളുടെ പ്രശ്നത്തിന് വേണ്ട പരിഹാരം എന്താണോ അത് നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറഞ്ഞു തരാനായിട്ട് തുടങ്ങും. അള്ളാഹുവിലോട്ട് അർപ്പിക്കാൻ തുടങ്ങിയാൽ മതി. നമ്മുടെ മനസ്സ് നമുക്ക് കാണിച്ചു തരും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞു തരാൻ തുടങ്ങും. ഓക്കെ ഐഷ, നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അല്ലെ, ഓക്കെ നീ ഇത് ചെയ്യ്, അത് ശരിയാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് നല്ല വയറുവേദന ഉണ്ട് എന്ന് വിചാരിച്ചോ, നിങ്ങൾ അള്ളഹാനോട് ദുആ ചെയ്യില്ല, അള്ളാഹുവേ എനിക്ക് വയറുവേദന നീ മാറ്റി തരണേന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്യും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നാണ് കുറച്ച് ജീരകവെള്ളവും ഉലുവയും പാടെ മിക്സ് ചെയ്തിട്ട് വറുത്തിട്ട് കുടിച്ചു നോക്കാം, ചിലപ്പോൾ മാറിയാലോ. അപ്പൊ നിങ്ങൾ അത് വറുത്ത് കുടിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ വയറുവേദന മാറുകയാണ് അല്ലെ.
അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള തോട്ട്സും റബ്ബ് ഇട്ടരും. അള്ളാഹ് എന്തിനും കഴിവുള്ളവനാണ് എന്നുള്ള പൂർണ്ണ ബോധത്തോടു കൂടെ കാര്യങ്ങളെ ഫേസ് ചെയ്യാം. ഇൻഷാ അള്ളാ ജീവിതത്തിന്റെ കാര്യത്തിൽ ഡൗൺ ആവാതിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ആളാരാ? അഫ്സത്ത്. അഫ്സത്ത് ഫീഡ്ബാക്ക് പറയുന്നുണ്ടോ? ഓക്കെ, അടുത്ത ആളാരാ? സുഹൈലാണോ? സുഹൈല, ഇവരൊന്നും ഉണ്ടല്ലേ? ഉറങ്ങിക്കണോ? മാഷാ അള്ളാ, നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഞാനൊക്കെ ഒരുപാട് പറഞ്ഞ പോലെ ഈ ഗ്രൂപ്പിൽ അത്ര ആക്റ്റീവ് ആയിട്ടുള്ള ആളൊന്നുമല്ല, അതിനൊരു കാരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മാഷാ അള്ളാ. മോനിക്ക് കുറച്ച് ഡിസേബിൾ ആണ് എൻ്റെ മോന്. ഓ, അതിനായിട്ടുള്ള കുറെ ഇഷ്യൂസ് ഉണ്ട്. അള്ളാഹു പരിപൂർണ്ണ അതിനൊക്കെ ശിഫ കൊടുക്കട്ടെ. എന്താ പറയാ, ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് ക്ലാസ്. ഡിസേബിൾഡ് മാഷാ ആയിട്ടുള്ള മക്കള് എന്ന് പറഞ്ഞാല് അള്ളാന്റെ സ്പെഷ്യൽ ചോയ്സ് ആണെന്നാ പറയുന്നത്. സ്വർഗത്തില് നാളെ അവര് ഇങ്ങനെ നമുക്ക് അതായത് അത്രമാത്രം ക്വാളിറ്റി ഉള്ള പാരന്റ്സിനെ അവരെ കിട്ടുള്ളൂ എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എനിക്കൊക്കെ നിങ്ങളോട് ഇങ്ങനെ എന്താ പറയാ, നമുക്ക് പറയില്ല, പഠിച്ചനെ ഒരുപാട് അനുഗ്രഹിച്ച ഒരു പാരന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. റബ്ബ് അല്ല, ചൂസ് മോനിക്ക് ചെയ്തിട്ടുള്ള. 7 വയസ്സായാലും നമ്മളിപ്പോ മോന് എന്താ ജനിച്ച സമയം മുതലേ പറഞ്ഞിരുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്താന്ന് കണ്ണ് കാണില്ല, നമ്മളെ നോക്കില്ല. അൽഹംദുലില്ലാ ഇപ്പൊ എന്നെ നോക്കും, ഉമ്മാന്ന് വിളിക്കും. 7 വയസ്സായിട്ടുണ്ട്. ലേശം ഇങ്ങനെ നമ്മളെ കൈ പിടിച്ചിട്ടൊക്കെ ഇപ്പൊ അൽഹംദുലില്ലാ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സംസാരം ഉമ്മ ഉപ്പ അങ്ങനെ 2-3 വേർഡ്സ് വാക്ക് മാത്രമേ പറയുള്ളൂ, അൽഹംദുലില്ലാ, കൂട്ടിയൊന്നും. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അതിനിപ്പോ എന്തായാലും നമ്മൾ കൊറേ ഒരുപാട് ട്രെയിൻ ചെയ്യും, പക്ഷെ അവനക്ക് മാറ്റില്ല എന്ന് കാണുമ്പോ നമുക്ക് വീണ്ടും പിന്നെ ഞാൻ വീണ്ടും കേറി വരും, വീണ്ടും ഞാൻ ഡൗൺ ആവും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. ഇല്ല, മാഷാ ഡൗൺ അള്ളാ. ആവണ്ട കേട്ടോ. അവന്റെ കാര്യത്തിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ അള്ളാഹ് കൊടുക്കുക. അവൻ അള്ളാന്റെ കുട്ടിയല്ലേ. അപ്പൊ ആ ഒരു കാര്യം റബ്ബ് എന്താണോ നിശ്ചയിച്ചത് അത് അവന്റെ ലൈഫിൽ അതേപോലെ സംഭവിക്കട്ടെ. പടച്ചോൻ എന്തായാലും എളുപ്പം കൊടുക്കട്ടെ, ഹയർ കൊടുക്കട്ടെ. ദുആ ചെയ്യാ, നിരാശരാവേണ്ട കാര്യമില്ല. ദുആ ചെയ്യാം. അതിന്റെ പേരിൽ അവന്റെ കാര്യത്തിൽ എന്ത് നിങ്ങൾക്ക് നല്ലത് സംഭവിച്ചാലും അല്ലെങ്കിൽ അവൻ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായില്ലെങ്കിലും എല്ലാം ഹയറാണ്. അവൻ എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു അതെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി എന്നൊക്കെ പറഞ്ഞാല് കംപ്ലീറ്റ്ലി അതിൽ അവനിലൂടെ എന്ത് സംഭവിച്ചാലും അത് ഹയറാണ്. അങ്ങനെ കരുതിയാൽ മതി. ഇൻഷാ അല്ലാ. നല്ല എളുപ്പം തരട്ടെ. ഹനി. ആമീൻ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് ലൈഫായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഐഷ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതൊക്കെ ശരിക്കും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ മുന്നേയൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്നു, സിമ്പിളായിട്ടുള്ള വല്ല കാര്യമൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മളിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അത് അത് നമ്മൾ അടുത്തെത്തിയിട്ടുണ്ടാവും, പക്ഷെ അത് സംഭവിക്കാതെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഞാൻ എന്ത് കൂടുതലായിട്ട് ആഗ്രഹിച്ചാലും അത് പഠിച്ചോന്ന് നടത്തി തരില്ല. പിന്നെ ഞാൻ ഇങ്ങനെ മൈൻഡിൽ തന്നെ ഉറപ്പിക്കും, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ മൈൻഡിൽ തന്നെ ഇങ്ങനെ ഉറപ്പിക്കും, ഇനിയിപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് നമ്മൾ ആഗ്രഹിക്കേണ്ട, അത് ചിലപ്പോൾ അങ്ങനെ തട്ടി തടഞ്ഞ് പോവോ, അത് നടക്കില്ല ഉം എന്നൊക്കെ മക്കളോട് വരെ ഞാൻ പറയുന്നു. പക്ഷെ ഇപ്പോൾ ഇപ്പോൾ പിന്നെ എനിക്കിങ്ങനെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലൊക്കെ എഴുതി തുടങ്ങിയതിന് ശേഷം എനിക്ക് തന്നെ തോന്നും, അത് നടന്നില്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ മുന്നേ ഒന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നില്ല. അപ്പോൾ എൻ്റെ മൈൻഡിലൊക്കെ ഉണ്ടായിരുന്നത് ഇത് തന്നെയായിരുന്നു, കൂടുതലൊന്നും ആഗ്രഹിക്കരുത്, നമ്മളത് പ്രതീക്ഷിക്കരുത്, അപ്പോൾ അത് സംഭവിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഈ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും അത് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി നമ്മുടെ ലൈഫായിട്ട്. അൽഹംദുലില്ലാ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഫെബിന. അയ്യോ എനിക്ക് വയ്യ. ഫെബിന, ഫെബിന അടുത്ത ആള്. രണ്ട് ഫെബിന, മൂന്ന് ഫെബിന ഉണ്ട് അല്ലേ? ഫെബി പറഞ്ഞോ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ലൈഫിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് കണക്ട് ചെയ്യണം. ഞാൻ ഇത് ഓൾറെഡി ഞാനിപ്പോൾ ഈ ട്രാക്കിലുള്ള ഒരാളാണ്. കാരണം ഒരുപാട് എക്സ്പീരിയൻസ് കൊണ്ട് എന്ത് വന്നാലും അള്ളാടെ ഒക്കെ തവക്കൽ ചെയ്യാനും, പിന്നെ ഞാൻ സാധാരണ എനിക്കൊരു പ്രോബ്ലം വന്നാൽ ചെയ്യുക, നമ്മളിപ്പോൾ നമ്മളൊരു ഫ്രണ്ട് നമ്മളോട് എന്തെങ്കിലും പ്രോബ്ലം പറഞ്ഞാൽ അവൾ ഉപദേശിക്കൂലേ, അങ്ങനെയല്ല ഇങ്ങനെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കൂലേ, അതുപോലെ ഞാൻ എനിക്ക് തന്നെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ഇതാ ഞാൻ ചെയ്യാറ് സാധാരണ. കാരണം ഇപ്പൊ എനിക്കൊരു ടെൻഷൻ വന്നാൽ ഞാൻ അങ്ങനെ ഒരാൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ സാരില്ല പോട്ടെ, അപ്പൊ അതുപോലെ ഞാൻ എന്നോട് തന്നെ പറയും. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്, എന്ത് പ്രോബ്ലം വന്നാലും അത് തരുന്നത്, അതിന് പരിഹാരം കാണിച്ചു തരണം പഠിച്ചോൻ തന്നെ. അപ്പൊ എന്ത് പ്രശ്നം വന്നാലും അതിന് ഒരു സൊല്യൂഷൻ കണ്ടിട്ടുണ്ടാവും എന്നുള്ളൊരു
ഉള്ളിലൊരു ധൈര്യം എനിക്ക് ഈ പറഞ്ഞ പോലെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്കൊരു ധൈര്യം ഉണ്ട് ഇപ്പൊ എന്ത് വന്നാലും. അൽഹംദുലില്ലാ. ഓക്കെ ഇതൊക്കെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജസാക്കല്ലാഹ് ഖൈർ. ജസ്ന, എനിക്കില്ലേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ മനസ്സിലാവുമോ എന്നുള്ള ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ പാരലൽ ലൈഫ്, സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഒക്കെപ്പാടെ അങ്ങോട്ട് ഇങ്ങോട്ട് കൺഫ്യൂസ് ആയി പോവോ, നിങ്ങൾക്ക് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുമോ എന്നൊക്കെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ മനസ്സിലായി എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ജസ്ന, ജസ്ന അവിടെ ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അൽഹംദുലില്ലാ. പറയുന്നത് എനിക്കും നല്ലോണം തന്നെ കണക്ട് ചെയ്യാൻ പറ്റി. ഇത് ഫസ്റ്റ് ഈ ഫെബിന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും നടക്കില്ല എന്നുള്ള ആ ഒരു തിങ്ക് ആയിരുന്നു എനിക്ക്. ഇപ്പം ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും ഇല്ല, ഞാൻ എവിടെ നിന്നുള്ള കുട്ടി ഇത്രത്തോളം ആയില്ല, അതൊക്കെ എനിക്ക് പഠിച്ചവനാണ് ആക്കി തന്നത്. അതോടെ എന്റെ റബ്ബ് എനിക്കില്ല മുന്നോട്ടേക്കുള്ളത് റബ്ബാക്കി തരും, ശരിയാക്കി തരും എന്നുള്ള ഒരു മൈൻഡില് നമ്മൾ ഭയങ്കര നമ്മള് നമ്മുടെ നാവിനെ ശ്രദ്ധിക്കുക, നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കുക, കംപ്ലീറ്റ്ലി റബ്ബിലോട്ട് തവക്കൽ ചെയ്യുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ നാവ് കൊണ്ടാണെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ടാണെങ്കിലും അള്ളാഹു നമുക്ക് തരും, അല്ലെങ്കിൽ എനിക്ക് മാറ്റം വരും എന്നുള്ളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എത്ര കാലം വരെ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് വരെ. അതുവരെ നമുക്ക് ബാക്ക് ഔട്ട് ആവാൻ എന്നുള്ള ഒരു ചിന്തയില്ല. ഇന്നത്തേനേക്കാളും ബെറ്റർ നാളെ എന്നല്ലാതെ ഇന്നത്തേനേക്കാളും കുറച്ചും കൂടെ കുറഞ്ഞിട്ടൊരു നാളെ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അത് ശ്രദ്ധിച്ചാൽ മതി. നാദിയത്താ മുത്തേ, നാദിയത്തോ അവരുണ്ടല്ലോ എന്റെ കുട്ടി. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാം നല്ലപോലെ മനസ്സിലായി. എല്ലാം ഏത് കാര്യങ്ങളും ഭയപ്പെടാതെ വിഷമിക്കാതെ അള്ളാഹുവെ തവക്കൽ ചെയ്ത് എല്ലാം നേരെയാക്കി തരും. പിന്നെ എപ്പോഴും മൈൻഡ് നല്ല രീതിയിലാക്കും. പോസിറ്റീവ് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നമ്മളെ കൂടുതൽ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ എന്റെ കുട്ടി പോസിറ്റീവ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ച് അള്ളാന്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് വാങ്ങിക്കാട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹ് എളുപ്പം തരട്ടെ. ഓക്കെ, നല്ല എളുപ്പം തരട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹ് എളുപ്പം തരും. ഫസീല, ഫസീല. ഓക്കെ, ഫാത്തിമ. ഇതാരാ ഫാത്തിമ? ഞാനാണോ? പറഞ്ഞോളൂ. എത്ര ഫാത്തിമ? രണ്ട് ഇല്ല, മൂന്ന് ഞാൻ മുഴുവൻ ക്ലാസ് കേട്ടില്ല. ഞാൻ നേരത്തെ വോയിസ് കിട്ടില്ല. ഞാൻ ഇപ്പൊ അറ്റൻഡ് ചെയ്യാണ്. ഞാനിത് 10 ക്ലാസ് മിനിറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ അറ്റൻഡ് ചെയ്യില്ലാന്ന് പറഞ്ഞിട്ട് വന്നോന്ന്. വേറൊരു ഫാത്തിമാനോട് കണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്ത ഫാത്തിമ പറയുന്നുണ്ടാ? ഫാത്തിമ. ഓക്കെ, ഫാത്തിമ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുന്നില്ല. നമ്മുടെ റംഷിക്കുട്ടി പറഞ്ഞോ. ഞാൻ പറയട്ടെ. ഓ ഈ പറഞ്ഞോ. ആരൊക്കെ എവിടെന്നൊക്കെ പറയട്ടെ. ഞാൻ നഫീസ. നഫീസ പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ കയറിയിട്ട് ഒരു 2-3 ദിവസം ഹസ്ബൻഡ് വന്നു. അപ്പൊ പിന്നെ ഭയങ്കര തിരക്കാണ്. ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവാനൊന്നും പറ്റിയില്ല. പക്ഷെ ക്ലാസ് നന്നായിരുന്നു അൽഹംദുലില്ലാ. പിന്നെ ഞാന് മുമ്പേ ചെറുപ്പത്തിൽ തന്നെ ഇപ്പൊ ഈ മദ്രസയിലൊക്കെ ഇങ്ങനെ ഉസ്താദ്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കില്ല അള്ളാഹിനെ. അപ്പൊ അള്ളാഹിന്റെ കാരുണ്യത്തെ കുറിച്ചൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ലായിരുന്നു. എന്താ വെച്ചാ ഇങ്ങനെ അള്ളാഹു എന്ന് പറഞ്ഞാ ശിക്ഷിക്കുന്ന ആള്, അങ്ങനെ മാത്രമേ എന്റെ മൈൻഡിലുണ്ടായിരുന്നു. അള്ളാഹ് വെച്ചാൽ ഭയങ്കര പേടിയായിരുന്നു. അള്ളാഹ് ഇങ്ങനെയുള്ള ഒരു റഹ്മാനും റഹീം അങ്ങനെയുള്ള ഇതൊന്നും ചെറുപ്പത്തിൽ പഠിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇത് എന്താ വെച്ചാ മരണത്തെ കുറിച്ച്, ഈ ഖബറിൽ കിടക്കുന്ന കുറിച്ച് അങ്ങനെയൊക്കെ കേട്ട ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോഴും പേടിയൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അള്ളാഹിന്റെ വലിയൊരു പ്രതീക്ഷ ഇല്ലാത്തൊരു ലൈഫായിരുന്നു ചെറുപ്പത്തിലേക്ക്. അപ്പൊ ഈ ഇതൊക്കെ ഉണ്ടല്ലേ അപ്പൊ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കുട്ടികളെ കട്ടിട്ട് കൊണ്ടുപോകുന്നു അങ്ങനെയൊക്കെ അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ വിചാരിക്കും എന്നെ എങ്ങനെ കൊണ്ടുപോയാൽ നന്നായിരുന്നു എന്നൊക്കെ. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ പഠിക്കാനൊക്കെ ഭയങ്കര മിടുക്കിയായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ വലുതായപ്പോ പിന്നെ
ഖുർആന് തഫ്സീറും ഒക്കെ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും അള്ളാന്റെ അള്ളാനെ കാരുണ്യത്തെ കുറിച്ച് അള്ള എന്താന്ന് മനസ്സിലായത് അല്ലെ? അള്ളാഹ് എന്താണ് മനസ്സിലായത്. ഇപ്പൊ ആയിഷ പറഞ്ഞ പോലെ ഇതുണ്ടല്ലേ, എപ്പോഴും പ്രാർത്ഥിക്കാൻ ചിലപ്പോ എന്തോ മടിയായിട്ട് അങ്ങനെ വിട്ടു വന്നിട്ട് എന്തെങ്കിലും പ്രയാസം അതാണ്, വരുമ്പോഴാണ് നമ്മുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാ പോലും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ അള്ളാഹിനോട് എന്തെങ്കിലും ദുആ വരുമ്പോ ശരിക്കും പ്രാർത്ഥിക്കും. പക്ഷെ ആ റെഗുലർ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നമ്മുടെ ലൈഫിലല്ലേ അതൊരു ഒരു നമ്മളിപ്പോ സിനിമാ പാട്ടൊക്കെ പാടുമ്പോ ഒരു രാവിലെ കേട്ടൊരു പാട്ട് വൈകുന്നേരം വരെ നമ്മുടെ നാവിൽ തങ്ങി നിൽക്കാറില്ലേ ചില സമയത്ത്. ആ രാവിലെ ഇപ്പൊ ഏതെങ്കിലും ഒരു മ്യൂസിക് നമ്മൾ അവിടെ നടന്നുകൊണ്ട് പോകുമ്പോൾ നമ്മൾ പണ്ട് കേട്ടൊരു പാട്ടായിരിക്കാം, പെട്ടെന്ന് വീണ്ടും നമ്മൾ കേൾക്കുന്നു, അത് വൈകുന്നേരം വരെ നമ്മുടെ വായിൽ തങ്ങി നിൽക്കും അല്ലെ, നമ്മൾ ആ ചിന്തിക്കാണ്ട് തങ്ങി നിൽക്കും. അപ്പൊ അതേപോലെ തന്നെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത് മുതലേ തന്നെ നമ്മളെ റബ്ബിനെ കുറിച്ച് നമുക്ക് പറ്റുന്ന കാര്യം എന്നല്ല, നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. അതായത് മനഃപൂർവ്വം തന്നെ നമ്മൾക്ക് ഇന്നലെ നടന്ന കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്, ഇന്ന് ചെയ്ത ദുആ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്, നമ്മൾ ബാത്റൂം പോകുമ്പോൾ ദുആ, ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ റിപ്പീറ്റീവ് കാര്യങ്ങൾ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ പറയും. ബാത്റൂം പോകുന്ന സമയത്ത് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഔദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് അങ്ങനെ ബാത്റൂം പോകും. ഭക്ഷണം കഴിക്കുന്ന അങ്ങനെയുള്ള സമയത്ത് ഔദു പ്രാർത്ഥന ബിസ്മില്ല. അതല്ല. ആ ഇപ്പൊ ഇത് രാവിലെ നമ്മള് അദ്കാർ സബ ആ മസാദൊക്കെ ആ പറയോ? അങ്ങനെയല്ല നമ്മൾ ഇങ്ങനെ. ദിവസേന ചെല്ലും എന്നല്ലാതെ ഇത് ആ നമ്മളുടെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് എന്ത് കുഞ്ഞു 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 കാര്യങ്ങൾക്കും നമ്മൾ ആ അള്ളഹാനോട് പലരും നമ്മളോട് സംസാരിക്കും അല്ലെ. നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളോട് സംസാരിക്കും. അതുപോലെ നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചെടുത്ത് വർത്താനം പറയും. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ കൂടെ അള്ള ഉണ്ട് എന്നുള്ള രീതിയിൽ അള്ളഹാനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അള്ളഹാനോട് സംസാരിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ അതൊരു ശീലമാക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അതൊരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ അള്ളഹാനോട് സംസാരിച്ച് ശീലാക്കി കഴിഞ്ഞാല് അതൊരു ആ ഹരാണ്. നമ്മുടെ അതിപ്പോ കൂടെ ഇങ്ങട് ക്ലാസ് കേട്ടപ്പോഴാണ് തോന്നിയത്. ഇനി അങ്ങനെ ആ നന്നായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് ശീലിക്കണം. ആ നമ്മള് നമ്മൾ ഉറങ്ങുന്നത് തന്നെ അള്ളാനെ കൂടെ കൂട്ടി ഉറങ്ങും. അത് ഏറ്റവും നമുക്ക് ഒരു തവണ നമുക്കത് ഫീൽ ചെയ്താല് അതൊരു ഹരായിട്ട് തോന്നും. നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാല് തഹജ്ജുദ് ബെസ്റ്റ് സമയമാണ്. നമ്മൾ തഹജ്ജുദ് സമയത്ത് റബ്ബിനോട് ദുആ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ, നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും നമ്മൾ അള്ളാന്റെ കൂടെ ഇരിക്കുകയാണ്. അള്ള ഇങ്ങനെ നമ്മളുടെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു ഫീല് നമുക്ക് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നമ്മുടെ ലൈഫിൽ കിട്ടും. ഇൻഷാ അള്ളാ കിട്ടട്ടെ. ആ ഒരു ഫീല് നമ്മൾ ഒരിക്കൽ ഫീൽ ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ ലൈഫിലുടനീളം റബ്ബിന്റെ കൂടെ നമ്മുടെ ഓരോ മൊമെന്റിലും നമ്മൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റബ്ബിനോട് പറയും, പടച്ചോനെ അയ്യോ ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാ, എനിക്ക് പുറത്തു തരും. അത് നമ്മുടെ ഹസ്ബൻഡിനോട് നമ്മുടെ മക്കളോടൊക്കെ പറയുന്ന പോലെ നമ്മൾ അള്ളഹാനോട് പറയും, അല്ല ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാ, എനിക്ക് പുറത്തു തരും. അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് പറ്റിപ്പോയതാ, അയ്യോ എനിക്ക് ക്ഷമിച്ചു തരും അള്ളാഹു, ഞാൻ പറഞ്ഞത് ഈബത്തല്ലേ, എനിക്ക് പുറത്തു തരും. അങ്ങനെ നമ്മൾ ഓരോ മൊമെന്റിലും നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരോട് പറയുന്ന പോലെ നമ്മൾ അള്ളഹാനോട് പറയും. അത് പറഞ്ഞ് നമുക്ക് തന്നെ ശീലാവും. അപ്പൊ നമ്മളതിനെ അത്രയും തന്നെ സംസ്കരിച്ചെടുക്കാറില്ല, നമ്മളതിനെ അത്രയും തന്നെ പ്രോസസ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മൊമെന്റില് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിൽ എന്താ നടക്കണേന്നുള്ളത്. ഇൻഷാ അള്ളാ നമ്മളെല്ലാവർക്കും എളുപ്പമാക്കി തരട്ടെ. ഓക്കെ, ഞാൻ ഇനി ആരെന്തെങ്കിലും ഫീഡ്ബാക്ക് ചോദിക്കാം. റംഷി പറഞ്ഞോ, മനസ്സിലാക്കി. ഒറ്റ വാക്ക്. ഇനി നേരല്ലല്ലോ ഇപ്പൊ, നേരം ഇല്ല വൈകില്ലേ. മോളെ, പറഞ്ഞോ. ഞാൻ നീ പറയുന്നതൊക്കെ കേട്ടിട്ടേ പോവുള്ളൂ. നമ്മളിപ്പോ ഉള്ള കഴിഞ്ഞേ ബാക്കി എന്തോ ഉള്ളൂ, അതാണ് ചിന്തിക്കേണ്ടത്. അതാണ് ചിന്തിക്കേണ്ടത്. ഇൻഷാ അള്ളാ അൽഹംദുലില്ലാ, എന്ത് ക്ലാസ് എടുത്തോണ്ട് ഒരു കാര്യം ഉണ്ടായി, ഒറ്റ വാക്കിൽ ഉത്തരം കിട്ടി. എന്ത് കാര്യവും നമുക്ക് സാധിച്ചു കിട്ടും അള്ളാഹിലേക്ക് തവക്കൽ ചെയ്താല്. യെസ്, അതാണ് എനിക്ക് അതാണ് മനസ്സിലായത്. അതാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് വന്നത് തന്നെ തഹജ്ജുദ് നിസ്കരിക്കുന്നതൊക്കെ ക്ലാസ് കേട്ടിട്ടാണ് തഹജ്ജുദിലേക്ക് തന്നെ വന്നത്. അൽഹംദുലില്ലാ. അത് കേൾക്കുമ്പോ എനിക്ക് അടിവയറ്റിൽ മഞ്ഞ് വീണ സുഖം. ഓ അൽഹംദുലില്ലാ, അച്ഛനെ കേൾക്കണ്ടല്ലോ അല്ലേന്ന്. അല്ലാ വയ്യ. ഓക്കെ, പിന്നെ ഫെബിൻ അത് കഴിഞ്ഞോ റംഷി? എനിത്തിങ് എൽസ്? ഇല്ല. അപ്പം എന്താ പറയാ, റംഷി എന്റെ ക്ലാസ് കേട്ടിട്ട് നിസ്കാരം തുടങ്ങിയ പോലെ റംഷി പറഞ്ഞിട്ട് നിസ്കാരം തുടങ്ങി. അത് ഇവിടെ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ. ഇൻഷാ അള്ളാ നമ്മളൊരു ഗെറ്റ് ടുഗദർ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടാ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് കാണുമ്പോൾ കൂടുതൽ ഇപ്പൊ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും പറയുന്ന ഒരു എക്സ്പീരിയൻസിലായിരിക്കും മറ്റുള്ളവർ അവരുടെ ജീവിതത്തിലോട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുക.
ഇപ്പൊ ഞാന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ക്ലാസ് നല്ലതായിരുന്നു, സൂപ്പർ ആയിരുന്നു, ഐഷ മുത്താണ്, ആ ഒരു സാധനം കേൾക്കാനല്ല ഞാൻ ഇങ്ങനത്തെ ഫീഡ്ബാക്ക് കേൾക്കുന്നത്. നിങ്ങൾ പറയുന്ന ഒരു വാലിഡ് പോയിന്റ് ആണ് അടുത്ത ഒരാൾക്ക് ഇൻഫ്ലുവൻസ് ആവുക. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അന്യസയിലുള്ളത് അല്ലെങ്കിൽ സ്വാലിഹയിലുള്ളത് നിങ്ങളുടെ ലൈഫിൽ കുറെ മാറ്റങ്ങൾ. അപ്പൊ നിങ്ങൾ ഇത് കേട്ടിട്ട് മിണ്ടാണ്ട് എടുത്തു വെക്കാനുള്ള ഒരു സാധനമേ അല്ല ഞാൻ തരുന്നത്. നിങ്ങളുടെ ചുറ്റൂടുള്ള ആൾക്കാർക്ക് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ റിഫ്ലക്ട് ചെയ്യണം നിങ്ങളെ. നിങ്ങളുടെ ചുറ്റൂടുള്ള ആളുകളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അവര് അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യാനും അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ഒരു ഫാക്ട് കേട്ടോ. ഇൻഷാ അള്ളാ അള്ളാഹ് എല്ലാവരെയും സഹായിക്കട്ടെ അതിന്. മക്കളെ, നിങ്ങൾക്ക് ഇനി വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ആരോടെങ്കിലും ചോദിക്കാൻ വിട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല, അതാ ചോദിക്കണേ കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എനിബഡി? വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനും ഐഷാന്റെ വീഡിയോ കണ്ടു, യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് തഹജ്ജുദ് സ്റ്റാർട്ട് ആക്കിയത്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഇപ്പോ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. മുമ്പ് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല എന്നെക്കൊണ്ട് പറ്റും. തഹജ്ജുദ് നിസ്കരിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല, ചെറിയ കുട്ടികളുണ്ടാവും, പറ്റിയില്ല എന്നുള്ള വിചാരിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒന്ന് സ്റ്റാർട്ടാക്കി തുടങ്ങിയ പിന്നെ സുബിക്ക് എനിക്കാണ് വടിയെല്ലാ ടൈം പോലെ അത്രയും ഇത് എഫേർട്ട് എടുക്കേണ്ടി വരുന്നില്ല ഇപ്പോ തഹജ്ജുദിന്. നല്ലോ അൽഹംദുലില്ലാ തട്ടിയതുകൊണ്ട് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ജസാക്കല്ലാഹ് ഖൈറൻ കസീറ. ഒരുപാട് സന്തോഷം. എനിക്കിതിങ്ങനെ ബാക്കി എന്തിനേക്കാളും കൂടുതൽ തഹജ്ജുദ് ഞാൻ ശീലാക്കിയെന്ന് ഒരാൾ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. മാഷാല്ലാ. കാരണം അത് അവരുടെ മനസ്സിൽ എത്രമാത്രം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പറ്റും. ഒരാൾ തഹജ്ജുദ് നിസ്കാരം തുടങ്ങി എന്ന് പറഞ്ഞാൽ എനിക്ക് ഊഹിക്കാം അവരുടെ മനസ്സ് എത്രമാത്രം മാറി എന്നുള്ളത്. അൽഹംദുലില്ലാ, അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പീസ് എന്താന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പറ്റും. ഇപ്പോ സുബിക്കെല്ലാം അഞ്ചാമത്തെ കഴിക്കുമ്പോ ഭയങ്കര മടി പിടിച്ചിട്ടാണ് കഴിച്ചത്. പക്ഷെ തഹജ്ജുദിന്റെ ടൈമിൽ എന്തെന്ന് അറിയുന്നില്ല, ആരെ തട്ടി വിളിക്കുന്ന അറിയില്ല, ഒരു എടിക്കലാണ്. വെറുതെ ഞാൻ മാഷാല്ലാ എനിക്ക് മാഷാ. എങ്ങനെ ഞാൻ എണിച്ചത്, ഇത്ര ഞാൻ മടി പിടിച്ചിട്ട് കിടക്കുന്ന ആളാണല്ലോ, പിന്നെ എങ്ങനെയാ എനിക്കിന്ന് ബാത്റൂമിൽ പോകുന്ന ഒന്നോട്ടേന്ന് പിന്നെ ഭയങ്കര അതങ്ങനെയാണ്. തഹജ്ജുദ് അള്ളാന്റെ ക്ഷണം കിട്ടുന്നവർക്ക് ഉള്ളതാണ്. അപ്പൊ അള്ളാഹ് നമ്മളെ മടി ഇൻവൈറ്റ് ചെയ്യുമ്പോ പിടിച്ച നമ്മൾ ചില എങ്ങനെ സമയത്ത് പോവാതിരിക്കുക? അതെ, ചില സമയത്ത് ഞാൻ വിചാരിക്കും കുറച്ചും കൂടി കിടക്കാൻ വിചാരിക്കും. ഇല്ല, അള്ളാഹ് കാക്കുന്നുണ്ട് തന്നെ, എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ എന്റെ ദുആക്കും വേണ്ടിയിട്ട്. അള്ളാഹ് ഏഴാനാ കഴിക്കുന്നു താഴെ വന്നിട്ട് നമ്മുടെ ദുആ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിന്തിക്കുമ്പോൾ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയായില്ല അൽഹംദുലില്ലാ. ഈശ്വരനോട്. ഒരുപാട് സന്തോഷം. കേൾക്കുമ്പോ തന്നെ ഒരുപാട് സന്തോഷം. മാഷാ അല്ലാ. അള്ളാഹ് എല്ലാവർക്കും മരണം വരെ തഹജ്ജുദ് നിലനിർത്താൻ പഠിച്ച തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ആമീൻ ആമീൻ. അപ്പോ മക്കളെ, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യണ്ടോ? ഓക്കെ, ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാ. ജസാക്കല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.